മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ശബ്ദമൊക്കെ അല്ലേ? ഹലോ, ശബ്ദമൊക്കെ ആണല്ലേ? ഓക്കെ. വോളിയം കൂട്ടണോ? ഇനി വോളിയം ചെയ്യാം. വോളിയം കുറവാണ്. ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. ഇപ്പോഴോ? ഇപ്പോൾ ഓക്കെ അല്ലേ? പി എം ജി അല്ല ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കുന്നത് റഹ്മത്തുള്ളാഹി കാസിമിക്കെതിരെ SYS ചേളാരി അതിൻ്റെ പിന്നാലെ കൂട്ടിക്കൊടുക്കും. നമ്മളീ മറ്റേ ട്രെയിനിൻ്റെ പേര് പറയുന്ന പോലെ നടലുണ്ടല്ലോ, ട്രെയിനിൻ്റെ പേര് പറയാം. അപ്പോൾ അതിൻ്റെ ഈ ജയന്തി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ബാക്കിൽ ചേളാരി കൂട്ടി കൊടുക്കണം. അപ്പോഴേ അത് വ്യക്തമാവുള്ളൂ. കോഴിക്കോട് മുസ്ലിം സമുദായത്തിലെ വിഭാഗീയതക്കും പരസ്പര ശത്രുതക്കുമെതിരെ ദഅവ യൂത്ത് ഫോം എന്ന പേരിൽ പുതിയ സംഘടനയുണ്ടാക്കി രംഗത്തിറങ്ങിയ റഹ്മത്തുള്ളാഹി കാസിമിക്കെതിരെ സുന്നി യുവജന സംഘം രംഗത്ത്. അത് ചേളാരി ചന്തസംഘാട്ടോ. SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ റഹ്മത്തുള്ളാഹി കാസിമിയുടെ നടപടി അപഹാസ്യവും പുതിയ അനൈക്യം സൃഷ്ടിക്കലുമാണെന്ന് സംസ്ഥാന അതിൻ്റെ ഇടയിൽ കൂടെ PM ചെയ്യുന്നത് സംസ്ഥാന അനൈക്യം സൃഷ്ടിക്കലുമാണെന്ന് സംഘടനയുടെ ജില്ലാ പ്രവർത്തക സമിതി ആരോപിച്ചു. അപ്പോൾ പോയത് PM അയച്ചാലുള്ള തകരാറ് പതാണ്. ആൾക്കാർ ഒരു മിനിറ്റ് അടുക്കട്ടെ. ഒരു മിനിറ്റ് ഉസ്താദ്മാരെ, ഹാങ് ആയിപ്പോയി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എടുക്കട്ടെ. രണ്ടാമത് എടുക്കണം. ഇപ്പോൾ അത് ഇതായിപ്പോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിഷോർ ഉസ്താദ് ഹാങ്ങായതാണോ? ഉസ്താദിന് മൈക്ക് വിടാനും പറ്റാതായതാണ്. അപ്പോൾ ഉസ്താദ് അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഉസ്താദ് അങ്ങനെയുള്ള ഏറ്റവും മൈക്കിൽ വരുന്ന സമയത്ത് ഒന്ന് DND ഇടുക, അല്ലെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റ് ഓൺലി ആക്കിയതിന് ശേഷം മൈക്കിൽ വരലാണ് ഏറ്റവും നല്ലത്. സ്വാഭാവികമായും മൈക്കിൽ വരുന്നവരെന്ത് ചെയ്യും? മൈക്കിൽ വരുമ്പോഴേ കണ്ടമാനം അങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കും. അപ്പം അതുകൊണ്ട് റെഡി ആയതിന് ശേഷം ഇൻഷാ അല്ലാഹ് കിഷോർ ഉസ്താദ് മൈക്കിൽ വരുന്നതാണ്. അല്ല വേറെ ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് DC ആയി തോന്നുന്നുണ്ട്. ഇല്ലല്ലേ? കിഷോർ ഉസ്താദ് കേൾക്കണ്ട? ആരെടുത്താണുള്ളത്? ഷാഹുല ആരെടുത്താണുള്ളത്? വേറെ ആരെടുത്താണുള്ളത്? ഷാഹുൽ യുക്കയുടെ അടുത്തുണ്ട്. എന്നാ ഷാഹുൽ യുക്കെ വായിച്ചോളൂ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവുന്ന കരുതുന്ന. അപ്പോൾ സാധാരണ പിന്നെ ഈ മൗദൂദി പത്രം നമുക്കെതിരിൽ മാത്രം എഴുതുന്ന ഒരു പത്രമാണ്. ആ പത്രം ഞാൻ സാധാരണ വായിക്കാറില്ല. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ഞാനും വായിച്ചിരുന്നു. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. റഹ്മത്തുള്ളാഹി കാസിമിക്കെതിരെ SYS
കോഴിക്കോട് മുസ്ലിം സമുദായത്തിലെ വിഭാഗീയതക്കും പരസ്പര ശത്രുതക്കുമെതിരെ ദഅ്വ യൂത്ത് ഫോറം എന്ന പേരിൽ പുതിയ സംഘടനയുണ്ടാക്കി രംഗത്തിറങ്ങിയ റഹ്മത്തുള്ള കാസിമിക്കെതിരെ സുന്നി യുവജന സംഘം രംഗത്ത്. SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ റഹ്മത്തുള്ള കാസിമിയുടെ, അത് ശരിക്കും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ, SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ, അതായത് നമുക്കിതിൽ അവർ രംഗത്ത് കൊണ്ടുവന്നവർ നമ്മുടെ യൂണിറ്റിൽ പോലും പ്രവർത്തിക്കാത്ത ആൾക്കാരാണ്, വലിയ നേതാക്കന്മാരെന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. ഇത് SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ റഹ്മത്തുള്ള കാസിമിയുടെ നടപടി അപഹാസ്യവും പുതിയ അനൈക്യം സൃഷ്ടിക്കലുമാണെന്ന് സംഘടനയുടെ ജില്ലാ പ്രവർത്തക സമിതി ആരോപിച്ചു. വേദികൾ നഷ്ടപ്പെടുന്നവർ പുതിയ വിവാദമുണ്ടാക്കി സാന്നിധ്യം അറിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. പുതിയ സംഘടന രൂപവത്കരിച്ചതിനെയും അപഹാസ്യ പ്രസംഗം നടത്തുന്നതിനെതിരെയും കരുതിയിരിക്കണമെന്നും സുന്നി യുവജന സംഘം മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അധ്യക്ഷത വഹിച്ചു. നാസർ ഫൈസി കൂടത്തായി, RV കുട്ടിയസൻ ദാരിമി, അബൂബക്കർ ഫൈസി മലയമ്മ, KP കോയ, സലാം ഫൈസി മുക്കം, സൈനുലാബ്ദീൻ തങ്ങൾ, അഷ്റഫ് ബാക്കവി, OP അഷ്റഫ്, TK എംബിച്ചി ഹാജി, PC മുഹമ്മദ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ നമ്മളെ ഒരു ചെറിയൊരു നിഗമനത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ അവരുടെ SYS പിളർന്ന രീതിയിലാണ്. അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ വേറെ സംഘടന ഉണ്ടാക്കി അങ്ങോട്ട് പോയതാണല്ലോ. അപ്പൊ അത്രയാണ് ന്യൂസ്. ഞാൻ ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈറ. ഷാഹുൽ വായിച്ച എല്ലാരും കേട്ടല്ലോ അല്ലേ? ഇന്നത്തെ മാധ്യമത്തിലാണ് അല്ലേ അത്? ഞാനിപ്പോൾ അത് ഓൺലൈൻ മാധ്യമത്തിൽ നോക്കുമ്പോൾ അത് കണ്ടില്ല, ഞാനത് വായിച്ചിട്ടില്ല. ഏതായാലും ഷാഹുല് ജസാക്കല്ലാഹു ഖൈറ, എല്ലാരും കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നേരത്തെ കുമ്മോൾ ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ റഹ്മത്തുള്ള കാസിം ഇപ്പൊ ആ പരിപാടിയിൽ എന്ത് ചെയ്തിട്ടില്ല, ആരെയും ഒരു ചീത്ത പറയുകയോ ഒരു മോശമായ പ്രയോഗം നടത്തുകയോ ചെയ്തതായി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ കേട്ട ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങളാരെയും കേട്ടിരുന്നോ അദ്ദേഹത്തിന്റെ സംസാരത്തില്? ഇപ്പൊ ഈ അടുത്ത് കോഴിക്കോട് നടന്ന ആ പ്രസംഗത്തിൽ എന്തെങ്കിലും മോശമായൊരു, ആരെക്കുറിച്ചാണെങ്കിലും ഒരു മോശമായത് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പറഞ്ഞത് എന്താണ്? ഈ ദഅ്വാരംഗം, അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുതലമുറ ഇസ്ലാമിന്റെ മര്യാദകളുടെ ഒക്കെ സീമകൾ ലംഘിച്ചുകൊണ്ടുള്ള ശൈലിയും പ്രയോഗവും ആണ് നടത്തുന്നത്. അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തമായി പറഞ്ഞാൽ നേരത്തെ കുമ്മോൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഗീബത്തുകൾ എന്ത് ചെയ്യരുത്, പറയരുത് എന്നിങ്ങനെയുള്ള നല്ല ഉപദേശമാണ് എന്ത് ചെയ്തത്, അദ്ദേഹം നൽകിയത്. ആ പരിപാടി സംഘടിപ്പിക്കാൻ ആ സംഘാടകർ ഒരു ദഅ്വ യൂത്ത് ഫോറം എന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും ഇനി അല്ല മറ്റേൽക്കാണ് എന്നാ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഷാഹുൽ പറഞ്ഞതുപോലെ ചേളാരി വിഭാഗത്തിന്റെ SYS എന്ന് പറയുന്ന വിഭാഗം അത് രണ്ടായിരിക്കുന്നു. ഒന്നിപ്പോ ദഅ്വ യൂത്ത് ഫോറം എന്ന നിലക്ക് അതിന്റെ വൈസ് പ്രസിഡന്റായ, അവരുടെ സംഘടനന്റെ വൈസ് പ്രസിഡന്റായ റഹ്മത്തുള്ള കാസിമിയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ആ വിവരം നമുക്ക് പങ്കുവെച്ചു തന്ന കുമ്മോൾ ഉസ്താദ്, അതുപോലെ തന്നെ ആ ന്യൂസ് നമ്മളെ വായിച്ച് കേൾപ്പിച്ച ഷാഹുൽ, എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഇനി ബഹുമാനപ്പെട്ട KCS തങ്ങൾ കൈ ഉയർത്തിക്കുന്നുണ്ട്. തങ്ങളും അതുപോലെ തന്നെ റഷീദ് സാഹിബും ഉണ്ട്. ഏതായാലും തങ്ങൾപ്പാപ്പ മൈക്കെടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് മൈക്കെടുക്കുക എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ KCS തങ്ങളിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് പറഞ്ഞതിനോട് ഒന്നുകൂടെ കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഈ കാസിമി എന്ന് പറയുന്ന ഉസ്താദ് ഇതുവരെ ഞാൻ കണ്ടെടുത്തില്ല, എൻ്റെ അഭിപ്രായം കേട്ടോ, കാസിം ഉസ്താദ് ഇതുവരെ മറ്റു നമ്മളെ ഉസ്താദ്മാരെ ചീത്ത പറയാൻ വേണ്ടി സാഹസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും തല തൊപ്പിവെക്കില്ലായിരുന്നു. പക്ഷെ നേരെ മറിച്ച് മൂപ്പർ ഇപ്പോൾ പറയുന്ന സമയത്ത് ഉസ്താദിനെ വിളിക്കുക. കാരണം പണ്ട് മൂപ്പർ മാപ്പ് പറഞ്ഞാലും ഇതായിട്ടുണ്ടല്ലോ ഉസ്താദ്. ഇപ്പൊ മൂപ്പര് ഈ പ്രസംഗിച്ച സമയത്ത് മൂപ്പരെ തലയും തൊപ്പിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. മൂപ്പരെ കാണുമ്പോൾ കാണുന്നില്ല തൊപ്പിയെടുത്ത് കണ്ടില്ല. കാരണം തൊപ്പിയൊക്കെ ഇട്ട് നല്ല ഉഷാറൊപ്പം സംസാരിക്കുന്നു, ആ ഒരു ഷിയാറോട് കൂടെ തന്നെ സംസാരിക്കുന്നു.
ഇതൊരു മാറ്റമാണ്. കാരണം ഈബത്ത് പറയുമ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലും ആ ഒരു ഇതായിരുന്നു. മൂപ്പർ തൊപ്പിയ മുന്നിൽ ഉസ്താമാർ ചീത്ത പറയുമ്പോൾ ഒരിക്കലും മൂപ്പർ തല തൊപ്പിച്ച് ഞാൻ കണ്ടില്ല. എത്രയോട്ട് മൂപ്പർ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൂപ്പർ പൊരുത്തപ്പെടിച്ച് നമ്മളെ പറ്റി ഇതാക്കുന്നില്ല. പക്ഷെ ഇപ്പൊ മൂപ്പർ ആ വിഷയം മാറി മൂപ്പർ നന്നായതിന്റെ ചെറിയൊരു ഇതാണ് സംഭവം. മൂപ്പർ ശരിക്കും തൊപ്പിയൊക്കെ ഇട്ട് നല്ലൊരു ഇതായിട്ട് ഷിയാറെടുത്ത് സംസാരിക്കുന്നത് കണ്ടു. അതുപോലെ ഇൻഷാല്ല നമ്മൾ നേരത്തെ റഷീക്ക പറഞ്ഞതിനോട്ടേ നമ്മൾ അങ്ങോട്ട് പോയ ചങ്ങായിക്ക് ഈ മുഖത്തുള്ള ഈ ഉള്ളിൽ കൂടെ പോയിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഇതാക്കാൻ കഴിയും. ഓരോ വിഷയങ്ങളും ഇൻഷാല്ല ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ പറയാൻ വേണ്ടി തീരെ സുഖമില്ല. അതുകൊണ്ടാണ് മൈക്കാതെ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാല്ല എല്ലാം ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മുടെ റൂമിന്റെ കപ്പാസിറ്റി ഫുള്ളാണ്. നമ്മുടെ സെക്കൻഡ് റൂം തുറന്നിട്ടുണ്ട്. ല്ലേ? നമ്മുടെ വടക്കേക്കാട് എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് റൂം തുറന്നിട്ടുണ്ട്. ശ്രോതാക്കള് ഇവിടെ കയറാൻ കഴിയാത്തവര് അങ്ങോട്ട് രണ്ടാമത്തെ റൂമിൽ കയറുക. അതുപോലെ ഇവിടെ ഉള്ള നമ്മുടെ സ്ഥിരാംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കളർ ഐ ഡി ഉള്ള ആളുകൾ സെക്കൻഡ് റൂമിൽ ഐ ഡി ഇടണം. അവിടെ റൂം ശ്രദ്ധിക്കുകയും വേണം എന്ന് അറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. വലൈക്കും സലാം വറഹമത്തുള്ള. ജസാക്കല്ലാ ഉസ്താദ്. അതിലിടയ്ക്ക് ഞാനും കൈപൊക്കിയത് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ വലിയൊരു അത്ഭുതം കേട്ടിട്ട് കൈപൊക്കിയ. അത്ഭുതം മറ്റൊന്നുമല്ല. ഒന്ന് പിന്നെ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി നമ്മളെ ചേളാരി സംസ്ഥയുടെ പ്രസിഡന്റിന്റെ മകൻ SKSFന്റെ മുഫ്തിയായ നൂറ് പൈസി ഇന്നലെ പ്രസ്താവന ഇറക്കിയെന്ന് വെച്ചാൽ കാസിമിയുടെ പ്രസംഗം പൂർണ്ണമായും AP വിഭാഗത്തിനെതിരായിരുന്നു. അവരുടെ ഈ ക്ലിപ്പിന് എതിരായിരുന്നു. നമുക്ക് പറ്റിയിട്ടല്ല കാസിമി ഉസ്താദ് പറഞ്ഞത്. അതവർ അംഗീകരിക്കണം. അപ്പോൾ എന്താക്കി, ഇന്ന് പുറത്താക്കുകയും ചെയ്ത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചിരിച്ചു ഇത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മൂപ്പറ ഞാനത് അങ്ങനെ തന്നെ ഇട്ട് വെച്ച് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവർ എന്നെ പ്രസംഗിപ്പിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പം നോക്കും ഇന്നിപ്പോൾ പത്ര റിപ്പോർട്ട് ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തും. അപ്പം നമ്മളെ പറഞ്ഞതിന് ഒരു പുറത്താക്കി എൻ്റെ SKSFന്റെ സഹോദരന്മാരെ. പിന്നെ നേരത്തെ തങ്ങൾ പറഞ്ഞതിലോട്ട് ഇപ്പൊ ഇന്നലെ പ്രസംഗിച്ചാൽ നല്ല കൂളുള്ള വർത്താനല്ല, അതുകൊണ്ട് തല ചൂടാവൊന്നും ഇല്ലല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അല്ലാഹു നന്നാക്കി തരട്ടെ എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വിടുന്നു. നമ്മളെ നേരത്തെ സംസാരം അത് റെക്കോർഡ് ചെയ്തുപോലെ ഒന്ന് എനിക്ക് PM ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എൻ്റെ മൈക്കൊക്കെ മുമ്പ് തകരാറുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാൻ കുറേ ദിവസമായി പലപ്പോഴും ചർച്ചകൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പങ്കെടുക്കുന്ന ദിവസം ധാരാളം പേര് ബാക്കിലും ഉണ്ടാവും. അപ്പോൾ കൂടുതൽ സംസാരിക്കാനും കഴിയില്ല. കാരണം എല്ലാവർക്കും നാം എന്ത് ചെയ്യാൻ ചാൻസ് കൊടുക്കണമല്ലോ. പ്രത്യേകിച്ചും നമ്മൾ ലൈവ് വരാൻ പോവുകയാണ്. അപ്പോൾ ലൈവിൻ്റെ മുമ്പുള്ള ചെറിയ ചർച്ചയാണ്. അപ്പോൾ എല്ലാവർക്കും സമയം വിട്ടുകൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ പെട്ടെന്ന് എൻ്റെതായ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞ് നിർത്തുന്നു. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ പ്രധാനമില്ല. കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം പലരും പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മുസ്തഫ ഫൈസി തന്നെ നമുക്കൊക്കെ അറിയാം. ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആദ്യ രംഗത്ത് നമുക്ക് ഇത്രയും പവർ ഉണ്ടായിട്ടാണ് നിൽക്കുന്ന മുസ്തഫ ഫൈസി എന്ന് പറഞ്ഞാൽ അതിന് സംശയമില്ല. കാരണം അന്നത്തെ അൽ മുബാർക്ക് വായിക്കുക, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മുബാർക്ക് വായിക്കാത്തവനെ എന്തായാലും ഒരു സുന്നിയല്ല. ഏത് മുത്താലിമിന്റെ കയ്യിലും എന്തുണ്ടാവും, ഒരു മുബാർക്ക് ഉണ്ടാവും. ആ മുബാറക്കിന്ന് പ്രചോദനം കൊണ്ടിട്ട് എന്നെ പോലത്തെ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നിട്ടുള്ളവർ പോലും. അപ്പൊ അത്രക്കും പവറുള്ള അന്നൊക്കെ ഞാനൊക്കെ വിചാരിച്ചു AP ഉസ്താദ് ഒന്ന് പോയാൽ ഈ മുസ്തഫ ഫൈസിയേക്കാരൻ നമ്മുടെ നേതൃത്വത്തിൽ അത്രയും വിചാരിച്ച മുസ്തഫ ഫൈസി പോയിട്ട് നമ്മുടെ സംഘടനക്ക് ഒരു രോമം അങ്ങനെ പറയാൻ പാടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പൊ ഇത്ര പോകുന്ന ആരെങ്കിലും പോയാ. അപ്പൊ ഇതൊന്നൊരു വിഷയമല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അതുപോലെ തന്നെ കമറുൽ ഉലമയും ഇവർ രണ്ടുപേരെയും അംഗീകരിക്കുന്ന കാലത്തോളം നമുക്ക് യാതൊരു സംഭവം ഒന്നും സംഭവിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഇസ്സത്തോടു കൂടി നിലനിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറയുന്നു. പിന്നെ എൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, പക്ഷെ ബാക്കിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് അത് മറ്റൊരു ചർച്ചയിലേക്ക് ഞാൻ നീട്ടിവെക്കുന്നു. അഥവാ വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ ചെറിയ ഒന്ന് രണ്ട് അനുഭവങ്ങളാണ്, ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് അഡിക്റ്റ് അനുഭവമാണ്, പക്ഷെ വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. ഞാൻ മൈക്ക് വിടുന്നു. വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും.
കേൾക്കുന്നുണ്ടോ? എനിക്കും പറയാനുള്ളത്, നേരത്തെ ഞാൻ നമ്മളെ റഷീദ് കല്ലീറിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറോളം ആ പ്രസംഗം കേട്ടിങ്ങനെ ചിന്തിച്ചു പോയി. ഇതൊക്കെ നമുക്ക്, അതായത് നമ്മുടെ വിഭാഗത്തിന് ആദ്യമായിട്ട് പഠിച്ചോൻ പിന്നെ ഇറക്കി തന്ന അനുഗ്രഹമാണ് ഈ പ്രസംഗം. ഈ വിഭാഗത്തെ നമുക്ക് ഇറക്കി തന്ന ഒരു അനുഗ്രഹമാണ് ഈ പ്രസംഗം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നൗഷാദെങ്ങാനും ഏതെങ്കിലും വിഭാഗത്ത് പെട്ടിക്കിടുന്നുണ്ടെങ്കിൽ ഈ പ്രസംഗം തന്നെ മതി തിരിച്ചടിക്കാൻ, നമുക്ക് ആയുധമായിട്ട് തിരിച്ചടിക്കാൻ. അവരെ സ്റ്റേജിൽ അവർ കൊണ്ടു നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചടിക്കാൻ, നൗഷാദിനെ കൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ള പരിപാടി ഇതിമേ തന്നെ നമുക്ക് നടത്താൻ പറ്റും. ഏതായാലും എത്ര പേര് പോയാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ പിന്നെ നൗഷാദിനെ കണ്ടുകാണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ വേറെ രാമചന്ദ്രനെ കണ്ടുകാണ്ടോ ജിഷാനെ കണ്ടുകാണ്ടോ അല്ല നമ്മൾ ഇസ്ലാമതം സ്വീകരിച്ചിരിക്കണാണോ? അല്ലല്ലോ. നമ്മൾ മുസ്ലിം ആയിട്ടുള്ളത് അല്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന അതായത് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ മുസ്ലിം ആയിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പൊ നൗഷാദിനെ കണ്ടുകാണ്ട് നമ്മളിവിടെ ആരും ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഒരു നൗഷാദ് പോയച്ചിട്ടോ ആര് പോയാലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഒരു കോട്ടങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇതിലും വലുതൊക്കെ ഇപ്പൊ മുസ്തഫ ഫൈസി, ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ മുസ്തഫ ഫൈസി ഖാദിസിയ സമ്മേളനത്തിൽ ഒന്ന് പ്രസംഗിച്ച പ്രസംഗം, അന്ന് എനിക്ക് വയസ്സ് 5-6 കാരണം എന്റെ അടുത്താണ് മാനിപ്പാടത്ത്. ഖാദിസിയയിൽ വന്നിട്ട് മുസ്തഫ ഫൈസിനെ നമ്മൾ അന്ന് മുതൽ മുസ്തഫ ഫൈസിനെ കേട്ട ആളെ. പക്ഷെ ഇപ്പൊ മുസ്തഫ ഫൈസിനെ നമ്മൾ കേൾക്കുന്നുണ്ടോ? മുസ്തഫ ഫൈസി എന്ന് പറയുന്ന പിന്നെ അദ്ദേഹത്തെ നമ്മൾ കക്കാട് ഫൈസി ആരായിരുന്നു? മലമുകളിൽ ഒരു കാലത്ത് സുന്നി യുവാക്കൾക്ക് ദഅവാ പ്രവർത്തനം കാഴ്ചവെച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് സുന്നി കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മളെ സംഘടന നിൽക്കുന്ന സമയത്ത് മുസ്തഫ ഫൈസി പിന്നെ കക്കാട് ഫൈസി ഇങ്ങനെയൊക്കെ മലമുകളിലൊക്കെ പോയിട്ട് പിന്നെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. ഇപ്പൊ കക്കാട് ഫൈസി എവിടെ പോയിരിക്കുന്നു? അങ്ങനെ പലവരും പോകും, പലവരും വരും. വരുന്നവർക്ക് വരാം, പോണവർക്ക് പോകാം. ഇതാരും പിടിച്ചു കെട്ടിയിട്ടില്ല. അതൊക്കെ അവനവന്റെ ആശയം, അവനവന്റെ ആക്കിബത്ത് നന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പൊ ഇത്ര മാത്രം എനിക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. നേരത്തെ പ്രസംഗം കേട്ടപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ ഒരു പ്രസംഗം യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പ്രസംഗം കൊണ്ട് ഈ പ്രസംഗത്തെ തിരിച്ചടിക്ക്, ഈ പ്രസംഗത്തിന് ആ പ്രസംഗം തന്നെ മതി. അന്ന് പ്രസംഗിച്ച പ്രസംഗം, അതായത് KMIC പ്രസംഗിച്ച ആ പ്രസംഗം ഇത് മതി തിരിച്ചടിക്കാൻ. പേരോടുസ്ഥാനെ പറ്റി പറഞ്ഞതും എല്ലാം. കാരണം മുനാഫിക്കിന്റെ കൂടെ നേരത്തെ ഇന്നലെ ഞാനൊരു വേറെ വാർത്ത കേട്ടു. അതായത് ഈ ഒരു പിന്നെ നമ്മാമിന്റെ പേരിട്ട് കൊടുത്ത് കുട്ടി പിന്നെ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിക്ക് ഈ ആളെ പേര് പിന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി ആ സമയത്ത് തന്നെ മൂത്രമൊഴിച്ച് പോയാലോ, വല്ലാത്തൊരു അത്ഭുതം അവിടെ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതും ഞാനും കേട്ടു. കാരണം അതും എന്താണ് സംഭവം എന്നറിയില്ല. ഈ നമ്മമാരാ നിങ്ങൾക്കറിയാം, കറാമത്ത്, അതന്നെ കറാമത്ത്. കാരണം മൂത്രമൊഴിക്കാന്ന് പറഞ്ഞാൽ, കുട്ടികൾ മൂത്രമൊഴിക്കാന്ന് പറഞ്ഞാൽ അത് കറാമത്തായിട്ട് കൂട്ടാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കലുണ്ട്, കുട്ടികൾ കുറച്ചിന് മൂത്രമൊഴിക്കും. അത് ഈ പേര് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം അത്രത്തോളം ഇവർക്ക് എന്താണെന്ന് അറിയില്ല, കറാമത്ത് എന്താണ്, മൊയ്ജിസത്ത് എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ നമ്മുടെ എതിർപക്ഷത്തുള്ളത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ പോയിരിക്കണം. നമ്മളാണ് വിഡ്ഢികള്. അവരുടെ സംഭാഷണം കേൾക്കുന്നതും അവരെ ക്ലാസ് പോയി വിജയിപ്പിച്ചു കൊടുക്കുന്നതും അവർക്ക് ആളെ കൂട്ടി കൊടുക്കുക, അവർക്ക് ഐഡി കൂട്ടി കൊടുക്കുന്നതും അതൊക്കെ ചെയ്യണം നമ്മളാണ് വിഡ്ഢികൾ. തീർച്ചയായിട്ടും. കാരണം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ ചിന്തിച്ച് പെരുമാറാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാരണവശാലും ആ റൂമിലേക്ക് പോകരുത്. മൈക്ക് ഫ്രീ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ മൈക്ക് എടുത്തത് നമ്മുടെ ഇവിടെ ഇപ്പോൾ റൂം ഫുള്ളാണ്. സെക്കൻഡ് റൂമിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മൂന്നാമത് റൂമും കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുളിക്കൽ നിന്നുള്ള പിന്നെ ഷാഫി സഖാഫിയുടെ ലൈവ് അവിടെ മൂന്നാമത്തെ റൂമിൽ നടക്കുന്നുണ്ട് എന്ന് കൂടി ശ്രോതാക്കൾ അറിയിക്കുന്നു. ആ ലൈവ് മൂന്നാമത്തെ റൂമിലുണ്ട്. ഈ റൂമിലും രണ്ടാമത്തെ റൂമിലും ചർച്ചയാണ് നടക്കുന്നത് എന്നറിയിക്കുന്നു. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സാധാരണ സുന്നി പ്രവർത്തകനാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മളൊരു പഴയ ഒരു ചെല്ലുണ്ട്, അതായത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച കുറെ ഞാഞ്ഞൂലുകളെന്നോ എന്താണെന്ന് അറിയില്ല. അതുപോലെ കുറെ നൗഷാദ് ഹസനിമാരോ അല്ലെങ്കിൽ രാമന്തലിമാരോ നമ്മുടെ സംഘടന വിട്ടുപോവുകയാണെങ്കിൽ നമ്മളെ സംഘടനക്ക് അതൊന്നും ഒരു വലിയ പ്രശ്നമായി നമ്മൾ അത് സജീവ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നേതാക്കന്മാർ പണ്ട് പറയുന്നത് പോലെ നമുക്ക്
ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ആപ്പിൽ നമ്മുടെ സംഘടനക്കും സമുദായത്തിനും വേണ്ടി ചെയ്തു തീർക്കാണ്ട് ഇതുപോലത്തെ ഞാനൂലിലൂടെ വെറുതെ ചർച്ച ചെയ്ത് നമ്മുടെ ഈ ഒരു സമയം വെറുതെ കളയുന്നത് എന്തിനാണെന്ന് നൗഷാദ് ഹസനിക്ക് മറുപടിയായിട്ട് അയാൾ ഒരുപാട് പ്രസംഗങ്ങളും അയാൾ ഒരുപാട് ലേഖനങ്ങളും തന്നെ നമ്മളെ അവർക്കും അറിയാവുന്നത് പോലെ എല്ലാവർക്കും അറിയാവുന്നത് അതിന് മറുപടി അയാൾ തന്നെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യാതെ നമുക്ക് ക്രിയാത്മകമായ മറ്റേതെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് സമുദായത്തിനും സമൂഹത്തിനും സേവനം ചെയ്യും. നമ്മുടെ നേതാക്കന്മാർക്ക് വിശിഷ്യ താജുൽ ഉലമക്കും ഖമറുൽ ഉലമക്കും നൂറുൽ ഉലമക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും ഇയാൾ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ആ വ്യക്തിക്ക് ഇവിടെ ആരും ഉസ്താദുമാരും മറുപടി പറഞ്ഞിട്ടില്ല. മറിച്ച് ആ കക്ഷി തന്നെ നേരത്തെ പ്രസംഗിച്ച പ്രസംഗം അത് നമ്മുടെ റൂമിലെ ഒരു സാധാരണക്കാരനായ എല്ലാവർക്കും അറിയാം റഷീദ് കല്ലേരി അതെന്ത് ചെയ്തിട്ടുണ്ട്, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ റഷീദ് കല്ലേരിയെ പോലുള്ളവർ തന്നെ ധാരാളമാണ് അതിനൊക്കെ മറുപടി പറയാൻ. മാത്രമല്ല അതിൽ ഞാൻ കേട്ടത്, ഞാൻ അപ്പോഴാണ് അത് കേൾക്കുന്നത്, ഒരല്പഭാഗമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത് SK വിഭാഗം എന്ന് പറയുന്നത് എന്താണ്, വിഷജന്തുക്കളാണ് എന്ന് അങ്ങനെ പറഞ്ഞത് അല്ലേ? വിഷജീവികളെന്നോ വിഷജന്തുക്കളെന്നോ രണ്ടാളൊന്നാ പറഞ്ഞത്. ഏതാ സുഹൃത്തുക്കളെ? അല്ല ഞാനിപ്പോൾ അതൊന്ന് ഉറപ്പുവരുത്തിയിട്ട് പറയാച്ചിട്ടാ. വിഷജന്തുക്കൾ. അപ്പൊ SK വിഭാഗം എന്ന് പറയുന്നത് വിഷജന്തുക്കളാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോ ഒരു വിഷജന്തുവായി മാറി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതുകൊണ്ട് വിഷമുള്ള ജന്തുക്കളെ എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നേ ഇപ്പൊ നമുക്ക് പറയാനുള്ളൂ. വിഷമുള്ള ജീവിയിൽ നിന്ന് വിഷമേൽക്കും, അതുകൊണ്ട് വിഷജന്തുക്കളെ എല്ലാവരും സൂക്ഷിക്കുക എന്ന് മാത്രമേ എന്ത് ചെയ്യണുള്ളൂ നമ്മൾ പറഞ്ഞുള്ളൂ. മറ്റൊന്നും ഇപ്പം എന്ത് ചെയ്യില്ല, അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം അപ്പറഞ്ഞതൊക്കെ കളവായിരുന്നു എന്ന് ഒന്നിരിക്കെ അദ്ദേഹം പറയട്ടെ, തുറന്നു പറയണം. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയധികം നുണ പറയുന്ന ഒരാള് ഇപ്പറയുന്നതും നുണയല്ലാന്ന് എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ഇറങ്ങിയെന്ന് പറയപ്പെടുന്ന നൗഷാദ് വിഷജീവി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആരും ചെയ്യണ്ട. ഇനി കേൾവിക്കാരൻ നൗഷാദിന് വിഷജീവി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവര് ക്ലിപ്പുണ്ടാക്കല്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ക്ലിപ്പുകാരുടെ ഇതുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇതില്. അവരിഞ്ഞ് നാളെന്ത് ചെയ്യും, നൗഷാദ് എന്ത് ചെയ്തിരിക്കണ് വിഷജീവിയാണെന്ന് SGVയിലെ കേൾവിക്കാരൻ പറഞ്ഞിരിക്കണെന്ന് അറിയും. ഞാനതല്ല പറഞ്ഞത്, എല്ലാവർക്കും തിരിയല്ലോ ഞാൻ പറഞ്ഞത് ഇല്ലേ? അദ്ദേഹം തന്നെ നേരത്തെ സംസാരിച്ചതാണെന്ത്, SK വിഭാഗം എന്ന് പറയുന്നത് അതിലുള്ളതൊക്കെ വിഷജീവികളാണ്. അപ്പൊ ഇത് പറഞ്ഞ കക്ഷി അക്കൂട്ടത്തിൽ പോയാൽ അദ്ദേഹവും വിഷജീവിയായി. അങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. അല്ല എന്തല്ല. ഇപ്പൊ മത്സ്യം എന്ന് പറയുന്നത് ഒരു ജലജീവിയാണ്. അതുപോലെ ആ ജലത്തിൽ മറ്റൊരു ജീവി ഉണ്ടെങ്കിൽ അതിനും നമുക്ക് ജലജീവി എന്ന് പറയാലോ. അത്രയേ ഉള്ളൂ. അല്ല ഒരാളിങ്ങനെ അടിക്കുന്നുണ്ടേ, ഇനിയിപ്പോൾ അത് ക്ലിപ്പാക്കിയിട്ട് കേൾവിക്കാരങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മളതൊന്നും പറയണില്ല. നമ്മളൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. അപ്പൊ പക്ഷേ വിഷജീവി എന്ന് അദ്ദേഹം പ്രയോഗിച്ചത് നേരത്തെ പറഞ്ഞത് ശരിയാണെങ്കിൽ തീർച്ചയായും വിഷമുള്ള ജീവികളെ എല്ലാവരും സൂക്ഷിക്കണം. അത് മേല് തട്ടുകയോ മേല് കുത്തുകയോ കടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, വിഷമേൽക്കും. പ്രത്യേകിച്ചും ചിലർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും ചില ശരീരങ്ങൾക്ക്. അത്തരം ആളുകൾക്ക് ചെറിയ വിഷമേറ്റാൽ തന്നെ വലിയ മാരകമായ വിപത്തുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും എല്ലാ തരം വിഷജീവികളെയും സൂക്ഷിക്കുന്നത് നല്ലതാണെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഏതായാലും നേരത്തെ പറഞ്ഞ ഇയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിനൊന്നും മറുപടി പറയാൻ ഉസ്താദുമാർ വേണ്ട എന്നുള്ളത് ഇപ്പോൾ SGV ഇന്ന് തന്നെ തെളിയിച്ചു. SGV ഇന്ന് തെളിയിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. എപ്പോൾ തുടങ്ങിയതായിരുന്നു എന്ന് എനിക്കറിയില്ല, ഒരല്പസമയം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ.
ഈ റൂമിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ റഷീദ് സാഹിബ് കല്ലേരി ആണെന്ത് ചെയ്തത്? അക്കമിട്ട് എണ്ണി നിരത്തിയിട്ട് പദാനുപദം എടുത്തു വെച്ചിട്ട് അതിന് അടഞ്ഞ മറുപടി എന്ത് ചെയ്തു? മാന്യമായി തന്നെ നൽകി. അല്ലേ സുഹൃത്തുക്കളെ? അമാന്യമായ മോശമായ ഒരു പ്രയോഗം പോലും, ഒരു വാക്ക് പോലും കല്ലേരിയുടെ സംസാരത്തിൽ ഞാൻ കേട്ട ഭാഗത്തുണ്ടായിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് അത് റെക്കോർഡ് ചെയ്തവരുണ്ട് ഇല്ലേ? നമ്മുടെ റഷീദ് സാഹിബിന്റെ, കല്ലേരി റഷീദ് സാഹിബിന്റെ ഇത് റെക്കോർഡ് ചെയ്തവരില്ലേ? ഉണ്ട് ഉണ്ട്. കീശേരി ഉസ്താദ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡൊന്ന് കേൾക്കാത്തവർക്ക് ഒന്ന് കൈമാറിയാൽ മതി. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ അത് യൂട്യൂബിലൊക്കെ കേട്ടുന്ന നമ്മുടെ പ്രവർത്തകരുണ്ടാവും, അപ്ലോഡ് ചെയ്യണേ. അവർക്കും അത് കൈമാറണം എന്നറിയിക്കുന്നു. ഓക്കെ. ഞാൻ മൈക്ക് വിട്ടു, മറ്റുള്ളവർക്ക് മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ചോദ്യകർത്താക്കൾ ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ഈ എല്ലാവരും ഇപ്പൊ ഒരുപാട് ആൾക്കാർ കേൾക്കാത്തവരുണ്ട്, ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഈ ഇടയ്ക്ക് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പിന്നെ ഇടാൻ പറ്റിയാൽ ഉപകാരമായിരുന്നു. കേൾക്കാത്ത ചില ഭാഗങ്ങൾ ചില ആൾക്കാർ കേൾക്കും ചോദിച്ചാൽ അതിന്റെ വിഷയം പഠിച്ചു ചോദിച്ചാൽ നമുക്ക് അതിനെ പറ്റിയല്ലേ ചർച്ച. അതായത് ഇതിന്റെ കാരണങ്ങൾ, ഇത് പോകാനുള്ള കാരണം ഒരുപാട് പ്രവർത്തകർക്കൊക്കെ അറിയാമെങ്കിലും ഇത് ആദർശത്തിന്റെ പേരിലല്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കേണ്ടത് നമ്മളെ സംഘടനയുടെ ആവശ്യമാണ്. ആദർശമല്ലല്ലോ, ആദർശത്തിന്റെ പേരിലല്ല ബൈക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പൊ അത് ജനങ്ങൾക്ക്, നമ്മളെ പ്രവർത്തകർക്ക് അല്ലാത്തവർക്ക്, പ്രവർത്തകർക്ക് ഒരു ഇതൊക്കെ അറിയാം ഇതിന്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പൊ മറ്റുള്ള ഇതേമാതിരി കേൾക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് അതിനുള്ള കേൾക്കാനുള്ള സാഹചര്യം ഇതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, അതിനിപ്പോ അതെല്ലാം കൂടി ചെയ്യുമ്പോ റെക്കോർഡ് ഇട്ടിക്കുകയാണെന്നുള്ള ആളുകൾ ഇതായി പോകും. അതുകൊണ്ടാണ് അത് ലൈവിനായിട്ട് പോയിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. പിന്നെ അത് ഇൻഷാ അല്ലാഹ് അത് പിന്നെ പൂർണ്ണമായുള്ള വിവരം ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ ത്തോടുകൂടെ നമ്മുടെ നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടെ ഒക്കെ എന്ത് ചെയ്യും വരും. പിന്നെ മറ്റൊന്ന് സൂചിപ്പിച്ചല്ലോ നേരത്തെ കുമ്മോളി ഉസ്താദ് തന്നെ, ചേളാരി ചന്തയില് കൊണ്ടുപോയി വിറ്റതാണെന്ന്. വിറ്റ ആളെ എല്ലാവർക്കും അറിയാലോ, തന്റെ യജമാനം കൊണ്ടുപോയി വിറ്റു. അടിമച്ചന്തയിൽ അടിമകളെ അവരുടെ യജമാനന്മാർ പണ്ട് കാലത്ത് കൊണ്ടുപോയി വിറ്റതുപോലെ ആ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അറിയാലോ അല്ലേ വിറ്റവരാരാണെന്ന്, വിറ്റതാരാണെന്ന്, ഉടമയാരാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അതന്നെ. അത് വാസ്തവത്തിൽ ആ വ്യക്തിയുടെ ഒരു അടിമ തന്നെയാണ് ഇദ്ദേഹം ആയിരുന്നു എന്നുള്ളത് വളരെ മുമ്പേ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ എന്നെ പോലെ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ പണയപ്പെടുത്തിയിട്ട് വരെ ഇതിൻ്റെ ഉടമ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പലതും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ തീർച്ചയായും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സയ്യിദിനെ അനുസരിക്കുകയല്ലാതെ വഴങ്ങുകയല്ലാതെ നിർവാഹമില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചുരുക്കത്തിൽ തിരിയുന്നവർക്ക് തിരിയാൻ വേണ്ടി മാത്രം അത്രേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരങ്ങളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്കറിയാൻ കഴിയും എന്ന് പറയാൻ കഴിയും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. പയ്യോളി ഒന്ന് ആർജവത്തോടെ സംസാരിക്കണോ? അത് ആ ഓ ഈ നെല്ല് കളിക്കാതെ. മൂപ്പരെന്തോ കുടിച്ചതും മാറിയതാ തോന്നുന്നുണ്ട്. ഇപ്പൊ വന്നാളേ മൂപ്പരെ പയ്യോളിനെ വിളിക്കണത്. പയ്യോളി ഇപ്പോൾ വന്നിരുന്ന സുഹൃത്തുക്കളെ അങ്ങനെ ഉണ്ടാവേ, കണ്ണും കാണൂല, കണ്ണിനും കാഴ്ച കുറയും മറ്റേതാത്തി എന്നാലേ. അതുകൊണ്ടാണല്ലോ പണ്ട് ആശാരി മകനും കൂടി എന്ത് ചെയ്തു, ഒരു ആശാരിപ്പണിക്ക് പോയി.
അപ്പോ ആശാരി രാവിലെ പണിക്ക് പോണതിന് മുമ്പ് തന്നെ നന്നായി അകത്താക്കിയെങ്കിലേ മൂപ്പർക്ക് പണിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചില ആളുകളുണ്ട്, കുടിയന്മാരായ ആളുകളെ. അവർക്ക് നന്നായി ഒന്ന് മിനിങ്ങിയെങ്കിലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവരുടെ ജോലി മുറക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ മൂപ്പര് കുടിച്ചിട്ടാ പോയത്. അന്ന് മകനെയും കൂടെ കൊണ്ടുപോയിരുന്നു. മരം ചെത്തി ശരിയാക്കാൻ വേണ്ടിയിട്ട് മരത്തടി നേരെ വെച്ച് ഉളിയുടെ സൈഡ് കൊണ്ട് അതിൻ്റെ മേലെന്ത് ചെയ്യുന്നു, ഒരു വരട്ടു ഉളി വെക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ വര കാണാനില്ല, വര കണ്ണിൽ പെടുന്നില്ല. അപ്പൊ അടുത്തിരിക്കുന്ന മകനോട് പറഞ്ഞു, എടാ അച്ഛൻ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്, ഉളി വെക്കാൻ ഇവിടെ വര കാണുന്നില്ല, ആ വര എവിടെ നിന്നൊന്ന് കാണിച്ചു തന്നാന്ന്. മകൻ പറഞ്ഞു, അച്ഛന് വര കാണാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് എനിക്ക് മരം തന്നെ കാണുന്നില്ല. മനസ്സിലായില്ലേ? അച്ഛനിപ്പോ വരേ കാണാത്തതുള്ളൂ, എനിക്ക് അവിടെ മരം തന്നെ കാണാനില്ല. അപ്പൊ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മകനാണെന്നാ ഇപ്പൊ ഈ മൈക്കിൽ വന്ന ആളെ, കാരണം മൂപ്പർക്ക് ഈ പയ്യോളിന്നാ വിളിക്കണത്. മനസ്സിലായോ? അപ്പോ ഈ മൈക്ക് ആരുടെ കയ്യിലാന്നുള്ളത് നോക്കിയിട്ട് അത് കാണാനുള്ള കപ്പാസിറ്റി പോലും മൂപ്പർക്ക് നഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ ആളുകൾ പറയുന്നത് നമ്മൾ കണക്കിലെടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ബാക്കിയുള്ളവർ മൈക്കെടുത്തോളി. അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, നമ്മളെ നൗഷാദ് അസ്സരി മുനാഫിക്കായോ? അത് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഹലോ ഹലോ, നമ്മുടെ നൗഷാദ് അസ്സരി മുനാഫിക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൈക്കെടുത്തതാണ്. അസ്സലാമലൈക്കും. കേൾവിക്കാരാ, നിങ്ങളെ മരം ഇപ്പൊ എവിടെ? മരം ഞങ്ങളെ മരം ഞങ്ങൾ നട്ടോടത്ത് മുളപ്പിച്ചോടത്ത് അവിടെ തന്നെ ഉണ്ട് കേട്ടാ. പിന്നെ ചില വിഷച്ചെടികൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ആ വിഷച്ചെടികൾ എന്ത് ചെയ്തു, അത് കൊണ്ടിടേണ്ട സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ വേറൊരാളിപ്പോ ചോദിച്ചത് ആരോ മുനാഫിക്ക് അയക്കണോന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം തന്നെ സംസാരിച്ചിട്ടുണ്ട് ആരാണ് മുനാഫിക്ക്, എങ്ങനെ ചെയ്യുന്നവരാണ് മുനാഫിക്ക് എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടാൽ മതി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് സ്വഭാവമുള്ളവരാണ് മുനാഫിക്ക് എന്ന്. അത് ആ സ്വഭാവം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും, അല്ലാതെ നമ്മളിപ്പോ ആരും മുനാഫിക്കാന്ന് പറയാൻ പോകുന്നില്ല കേട്ടാ എന്നാണ് നമ്മളെ ലിസാനിനോട് പറയാനുള്ളത്. ഓക്കെ, മൈക്ക് കൂട്ടും. ഹലോ, അസ്സലാമു അലൈക്കും. അതായത് ഇനിയിപ്പോ എസ്കക്കാർക്കൊരു കാര്യം കിട്ടിയ മറ്റേ മൂപ്പരെ നൗഷാദ് മുസ്ലിയാർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മൾ കുറേ കാലങ്ങളായി ചോദിക്കുന്ന 2 കുപ്പി വെള്ളം വിറ്റതിന്റെ ആ ഷാറോ ബാർക്കിന്റെ സനത് അത് നൗഷാദ് ഹസന്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം കളവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് പേരോട് ഉസ്താദിനോട് നല്ലോണം ദേഷ്യം പിടിക്കാൻ മൂപ്പർക്ക് കാരണം. ആ കാരണം കൊണ്ടാണ് പേരോട് ഉസ്താദിനെ ഇത്രയും മോശമായിട്ട് മൂപ്പര് ആ CD യിൽ പറഞ്ഞത്. പേരോട് ഉസ്താദ് വിളിച്ച് ഉപദേശിച്ചു, അങ്ങനെ കളവ് പറഞ്ഞ് ദീൻ പ്രചരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട്. അപ്പൊ അതാണ് മൂപ്പർക്ക് പറ്റിയ ദേഷ്യം നല്ലോണം കിട്ടിയത്. അപ്പൊ ആ സനത് നിങ്ങൾ എന്താക്കണേ, ഇനി മേടിച്ച് അമ്മക്കൊന്ന് വേഗം കാണിച്ചു തരണുണ്ടെങ്കിൽ. കാരണം ആ സനത് മൂപ്പരടുത്ത് ഇല്ല എന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസമാണ്. കാരണം ഞാൻ ആ കോളേജിൽ പഠിച്ച ആളും അവിടുത്തെ ഉസ്മാൻ ഖാദിരി, ഹസ്രത്ത് ഉസ്മാൻ ഖാദിരിക്ക് ഖിദ്മത്തെടുത്ത ആളുമാണ്. എനിക്കറിയാം ആ സനത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഏക പണ്ഡിതൻ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദാണ്. കേരളത്തിലൊരു പണ്ഡിതന് അതിന്റെ സനദിന്റെ ഒരു കോപ്പി അവിടുന്ന് വേണമെന്ന് വിചാരിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കാന്തപുര ഉസ്താദ് ചോദിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. കാരണം അത്രമാത്രം കാന്തപുര ഉസ്താദിനെ സ്നേഹിക്കുന്ന ഹസ്രത്താണ് അവിടെയുള്ള ഉസ്മാൻ ഖാദിരി. അതുകൊണ്ട് ആ കളവ് പറഞ്ഞത് നല്ലവണ്ണം പിടിച്ച് ഉസ്താദ് ഉപദേശിച്ചു. ആ ഒരു ദേഷ്യമാണ് നൗഷാദ് ഹസൻ ഇപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് ആ CD കേട്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താക്കണോ, ആ സനത് മേടിച്ചിട്ട് കാണിച്ചു തരാം നമുക്ക്. 2 കുപ്പി വെള്ളം വിറ്റതിന്റെ സനത്, അതാണ് പറയാനുള്ളത്. അപ്പൊ അള്ളാഹു താല കാസിമിക്ക് റഹ്മത്തുള്ള കാസിം മുത്താരത്തിന് പിന്നെ നല്ല സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്കും അള്ളാഹു താല ബോധ്യപ്പെടുത്തട്ടെ.
അത് മാത്രം പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നൗഷാദാസിന് പോയത് സാമ്പത്തിക ലാഭത്തിനാണെങ്കിൽ 125 ഏക്കറുള്ള നോളേജ് സിറ്റിയും 40 കോടിയുള്ള പള്ളി ഉണ്ടാക്കുന്ന ഏപ്പിടെ എടുത്തുന്നത് എങ്ങനെയാണ് സാമ്പത്തിക ലാഭത്തിന് പോകും? അത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലോ. അത് പള്ളി ഉണ്ടാക്കാനും നോളജ് സിറ്റിക്കും ഉള്ളതാണല്ലോ. അത് ഇതിന് കൊടുക്കാനുള്ളതല്ലോ. നിങ്ങളെ മാതിരി അല്ലല്ലോ. നിങ്ങൾ വിചാരിച്ച അതിനൊക്കെ പിരിച്ചിട്ട് നിങ്ങൾ ചെയ്യണ മാതിരി ബാക്കിയുള്ളവർക്ക് ഓരി വെച്ച് കൊടുക്കുക എന്നാ അത് അങ്ങക്ക് പറ്റിയ മണ്ടത്തരം. മുപ്പരിപ്പോ പറഞ്ഞാൽ എന്താ അറിയോ, 40 കോടിന്റെ പള്ളി ഉണ്ടാക്കുന്നുണ്ട്, നോളജ് സിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടാക്കണ ആളെടുത്തുനിന്ന് പോകുമെന്ന്. അതൊക്കെ ഉണ്ടാക്കാൻ അതിന് പിരിച്ച കാശ് അതിന് ചെലവാക്കുക. മനസ്സിലായോ? നിങ്ങളെപ്പോലെ പുട്ടടിക്കല്ല. നിങ്ങളെപ്പോലെ പുട്ടടിച്ച ഞങ്ങളതൊന്നും എണ്ണിക്കണ്ട ഞങ്ങളെ കൊണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ പുട്ട് തിന്നതിന്റെ കണക്ക് ഞങ്ങളെടുത്തുണ്ട് പലതും. മനസ്സിലായോ? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ മുമ്പിൽ ചെന്ന് കുംഭസരിച്ച 15 ലക്ഷം ഞാൻ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് കുംഭസരിച്ച യത്തീംഖാനന്റെ സെക്രട്ടറിയെ എനിക്ക് നേരിട്ടറിയാം. മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ ചേളാരിക്കാരാ. എന്നിട്ട് ആ കക്ഷിനെ എപ്പോഴും ആ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. മനസ്സിലായോ? അതൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ അതാ യത്തീമക്കളെ മുതൽ വരെ നിങ്ങൾ കട്ട് തിന്നിട്ടുണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവല്ല ഉദ്ദേശിച്ചത്. ചോദ്യകർത്താവിനെ അല്ല ഉദ്ദേശിച്ചത്, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ. കേട്ടാ, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച എന്താ, നോളജ് സിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പള്ളി ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ ഒരുപാട് പൈസ ഉണ്ടാവും, അതൊക്കെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണെന്നാ. മനസ്സിലായില്ലേ? അത് നിങ്ങളെ പണിയല്ല, നിങ്ങളെപ്പോലെ അല്ല എ പി ഉസ്താദ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, നൗഷാദാസിന് സമസ്തയിലേക്ക് വന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് അതിന്റെ ഒന്നിന്റെ ഉറപ്പിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. അദ്ദേഹം വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുക അദ്ദേഹത്തിന്റെ വീട്ടുകാരാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാരോട് ചോദിക്കുക, വീട്ടിലേക്ക് വന്നിക്കണോ, വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. കേട്ടാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നാലും പോയാലും ഒന്നും ഒരു ചുക്കുമല്ല. മനസ്സിലായില്ലേ? കാരണം എന്താ, ഞങ്ങളാരും അദ്ദേഹത്തിന്റെ കെട്ടിയോളല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ, ഞാൻ മൈക്ക് കൂട്ടും. അല്ല ഉസ്താദേ, ഓല് സത്യം മനസ്സിലാക്കിയിട്ട് പോയി എന്നല്ല ഇപ്പൊ നൗഷാദാസിനൊക്കെ പറയണത്. ഇനിയിപ്പോ കേൾവിക്കാരന് അപ്പൊ ഇതുവരേക്കും പറഞ്ഞതും നടന്നതും സംവാദം നടത്തിയതും ഒക്കെ കളവായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനല്ലേ? അതും കൂടി നിങ്ങൾ സമ്മതിക്ക് അല്ലേ? ഇപ്പൊ അദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത്രയും നാള്, ഇത്രയും കാലം അദ്ദേഹം സംവാദം നടത്തിയതും പ്രസംഗിച്ചതും പറഞ്ഞതുമെല്ലാം കളവായിരുന്നു എന്നല്ലേ? ചോദ്യകർത്താവിനോടാ ചോദിക്കണത്. ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചോളൂ. എന്താണ്? അബു ഉബൈ ആണെങ്കിൽ ഒന്ന് എസ് അടിക്കൂ. ഏതായാലും രണ്ടും കൂടി സത്യാവൂലല്ലോ. രണ്ടും കൂടി സത്യാവോ സുഹൃത്തുക്കളെ? രണ്ടും കൂടി സത്യാവോ? ഇല്ലല്ലോ. അപ്പൊ ഇപ്പോ ഈ പറഞ്ഞത് ഇവരിറക്കിയ ഈ സി ഡിയിൽ പറഞ്ഞതാണ് സത്യമെങ്കിൽ ഇതുവരേക്കും അയാൾ പറഞ്ഞതും പ്രസംഗിച്ചതും വാദപ്രതിവാദം നടത്തിയതും മുജാഹിദീങ്ങളേറ്റല്ല കേട്ടോ, മുജാഹിദിനേറ്റല്ലേ സംവാദം നടത്തിയത്, അതെല്ലാം പറഞ്ഞത് കേട്ടോ. ചേളാരി വിഭാഗവുമായി തന്നെ സംവാദത്തിൽ ഏർപ്പെട്ടതുമെല്ലാം അവതരിപ്പിച്ചതും ഞാൻ പോയി കണ്ടു, നിഴലില്ല, എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞതുമെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇപ്പൊ പറഞ്ഞ സത്യമാണെങ്കിൽ അല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? നിങ്ങൾ പറയും, ശ്രോതാക്കളോടാ ഞാൻ ചോദിക്കണത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ ഇതുവരേക്കും പറഞ്ഞത് കളവായിരുന്നു എന്നല്ലേ?
എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്രയും നാൾ ഇങ്ങനെ കളവ് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കോ? മനസ്സിലായോ? ഇത്രയും നാൾ പറഞ്ഞത് കളവായിരുന്നെങ്കിൽ അത്രയധികം നുണ പറയുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും അതിന്റെ പേരിൽ എന്താ പറയാ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്തൊരു വ്യക്തി ഇപ്പോൾ പറയുന്നത് സത്യമാണെന്ന് ബുദ്ധിയുള്ള ആരാ വിശ്വസിക്കുക? അപ്പൊ അദ്ദേഹം ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് തരം താഴ്ന്നു പോവുകയാണ് ചെയ്തത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് റഷീദ് നേരത്തെ പറഞ്ഞത്. ഏതായാലും റഷീദ് കല്ലേരി കുറെ സമയമായി കൈപൊക്കി നിൽക്കുന്നുണ്ട്. റഷീദ് കല്ലേരി ഞങ്ങളുടെ അഡ്മിനാണ്. അദ്ദേഹം ഒന്ന് മൈക്കെടുക്കട്ടെ, അതിനുശേഷം മറ്റുള്ളവർക്ക് മൈക്കെടുക്കാവുന്നതാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. സോറി ഉസ്താദ്, നേരത്തെ എന്തോ ആവശ്യം കൈപൊക്കിയതായിരുന്നു, പിന്നെ അങ്ങനെ മൈക്കിലായത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ തുറന്നോളൂ. അതിലിടക്ക് ഉസ്താദിനോട് ചോദിക്കാൻ, ഈ കുറെ നമ്മുടെ കാര്യം വരുന്ന ഡോട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ പി എം കൊണ്ട് ഒരു കളിയാണ്, ഡോട്ട് മാറ്റണം ഡോട്ട് മാറ്റണം. ചോദ്യാർത്ഥാക്കളോ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ നിർദ്ദേശം പോലെ ചെയ്യാം. അത് മാറ്റിയാൽ അവർ ഏതായാലും അടിക്കട്ടെ, പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത നമുക്ക് ഡോട്ട് ചെയ്യാലെന്നുള്ളതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്കെടുത്ത് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിങ്ങനെ ആലോചിക്കുക അയാളെ സ്ഥിതി. ആരായാലും ഇപ്പൊ പോയാലും പോയില്ലെങ്കിലും അയാൾ ഒക്കെ മാറ്റി പറഞ്ഞല്ലോ. ഇത് ഇങ്ങനെയാണല്ലോ പണ്ഡിതന്മാർ. ഞാനൊരു സാധാരണക്കാരനാണ്. ഇങ്ങനെയാണല്ലോ പണ്ഡിതന്മാരെന്നുള്ള ചിന്തിച്ചു പോവാണ്. നമ്മളെങ്ങനെയാ അതിൽ നിൽക്കുക? എങ്ങനെയാകുമ്പോ ആരെയും നമ്മൾ വിശ്വസിക്കുക? ഓക്കെ. അല്ല, പണ്ഡിതന്മാര് എന്ന് പറയരുത് നിങ്ങൾ കേട്ടാ. എല്ലാറ്റിലും ഉണ്ടാവുമല്ലോ. ബൽആം ഇബ്നു ബഅൂറ എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലൗഹുൽ മഹ്ഫൂദിലൊക്കെ നോക്കി കാര്യങ്ങൾ പറഞ്ഞിരുന്ന വലിയ കറാമത്തിന്റെ ഉടമയായിരുന്ന, അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തൊക്കെ ലഭിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനെ ഇല്ലേ സുഹൃത്തുക്കളെ? നിങ്ങളെ കേട്ടില്ലേ ഉസ്താദ്മാരൊക്കെ അത് പറയുമ്പോ? അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? വഴിപഴച്ചു പോയില്ലേ മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരിൽ ദുആ ചെയ്തപ്പോ? അതങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ഡിതന്മാരല്ലാതെ പിന്നെ നമ്മൾ ഈ മറ്റേ എന്താ പറയാ ആലുവ തരിക്കുത്തിന്റെ യൂസുഫ് സുൽത്താനെ പോലുള്ള ജാഹിലീങ്ങളെ പിന്നെ നമ്മൾ പിൻപറ്റേ? ആലിമീങ്ങളെ പിൻപറ്റാൻ തന്നെയാണ്. ആലിമീങ്ങൾ തന്നെ കേട്ടാ. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ജാഹിലീങ്ങളാണ് വറസത്തുൽ അംബിയാ എന്നല്ല പറഞ്ഞത്, ആലിമീങ്ങളാണ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആലിമീങ്ങളിൽ ഏതെങ്കിലും ഒരു ആൾക്ക് പിഴവ് പറ്റുകയോ അയാൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയോ കളം മാറ്റി ചവിട്ടുകയോ ചെയ്താൽ അതുകൊണ്ട് ആലിമീങ്ങളെല്ലാം അതിന് ഉത്തരവാദിയാവുന്നില്ല. അതുകൊണ്ട് ആലിമീങ്ങൾ എന്ത് ചെയ്യരുത്? അടച്ചാക്ഷേപിക്കരുത് ഒരാളും എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമലൈക്കും. ഹലോ, നൗഷാദാസിന് 2 കുപ്പി വെള്ളം കൊടുന്നതിന്റെ രേഖ പറയാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ വെള്ളത്തിൽ വിശ്വാസം ഉണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. നൗഷാദ് അഹ്സനിക്ക് ദയവ് ചെയ്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് പറഞ്ഞതിന് ശേഷം അല്ലാതെ മറ്റാരും മൈക്കിലേക്ക് ചാടരുത്. സുഹൃത്തെ, നിങ്ങൾ എന്തുകൊണ്ടാ നിങ്ങളുടെ ഐഡിയുടെ പേര് ലിസാൻ എന്നാണ്. നിങ്ങൾ ലിസാൻ കൊണ്ട് തന്നെയാണോ കേൾക്കണത് അതോ ചെവി കൊണ്ട് തന്നെയാണോ? നിങ്ങളുടെ ഐഡിയുടെ പേര് ലിസാൻ എന്നാണ്. എനിക്കിങ്ങനെ കേൾപ്പങ്ങൾ വർത്താനം കേട്ടപ്പോൾ തോന്നി നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കേൾക്കണതെന്ന്. നൗഷാദ് ഹസന് 2 കുപ്പി വെള്ളം കൊണ്ടുവന്നു ഇവിടെ ആരെയും പറഞ്ഞില്ല സുഹൃത്തുക്കളെ? ഇവിടെ ആരെയും പറഞ്ഞു? ഞാൻ അതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. ആരെയും പറഞ്ഞാ? ഇല്ലല്ലോ. എന്നിട്ട് ഇയാളിപ്പോ മൈക്കിൽ വന്നിട്ട് കാര്യമായി ലിസാന് ചോദിച്ചത് എന്താണ്? നൗഷാദ് ഹസന് 2 കുപ്പി വെള്ളം കൊണ്ടുവന്നു. എന്താ ചെയ്യാ സുഹൃത്തെ? ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാ? ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കട്ടാ. കേട്ടിട്ട് അതിനെന്ത് ചെയ്യണം? അത് ശരി, അത് സത്യോസ്താദ് പറഞ്ഞത് ശരിയാണ്.
പിന്നെ സത്യുസ്താദ് അടിച്ചിട്ടുള്ള വളരെ കറക്റ്റാണ്. അതാ റജുലുൻ കാന ലിസാനുഹു റതുബൻ മിനൽ കദിബീൻ. അത് അങ്ങനെ അതുകൊണ്ടായിരിക്കും അത് ഉണ്ടാവും ചിലപ്പോൾ. സാരമില്ല, അള്ളാഹു താല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കാമോ ഉസ്താദെ? കേൾവിക്കാരൻ പിന്നെ ഈ ബാക്കിയാത്ത സ്വാലിയാത്തിലെ മുടിവെള്ളം കൂടുന്ന കാസിമി വിറ്റു എന്ന് പറയുന്നത്. ഹലോ, അപ്പോൾ ഈ ഇത് പിന്നെ അവിടെ തന്നെയല്ലേ നമ്മൾ എ പി ഉസ്താദും പഠിച്ചത്? അപ്പോൾ അവിടെ ചോദിക്കല്ലേ നല്ലത്, പിന്നെ ഇവിടെ ഒന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അത്? അല്ല, അതൊക്കെ വിഷയം കഴിഞ്ഞതാണ് കേട്ടാ. അത് അവരെ അടുത്ത് എവിടുന്ന് ചോദിച്ചാലും ഒന്നുമില്ല, ഇവർ കണ്ടിട്ടില്ല, ഇവരത്ത് ഇല്ലതാനും കേട്ടാ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടുമല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ ബർക്കത്തെടുക്കാനും ബഹുമാനിക്കാനും സനത് വേണം എന്നുള്ളൊരു ഒരു വാദം, വഹാബി വാദം ചേളാരി വിഭാഗം പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നപ്പോൾ അവർക്ക് തിരിയാൻ വേണ്ടി, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അത്രയേ ഉള്ളതിൽ കേട്ടാ. അല്ലാതെ ഞങ്ങൾക്ക് എന്തില്ല, ഞങ്ങളാരും ആദരിക്കേണ്ടുന്നതിന് ആദരിക്കലും ബർക്കത്തെടുക്കുന്നതിനെ കൊണ്ട് ബർക്കത്തെടുക്കലൊന്നും ഞങ്ങള് സനത് നോക്കിയിട്ടും സനത് അന്വേഷിച്ചിട്ടും അല്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ആ വിഷയം വിട്ടേക്കൂ. നമുക്കിപ്പോ പുതിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വരി. അതായത് മാസങ്ങളോളം കൊട്ടിഘോഷിച്ചു, ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു കൂത്താട്ടും പാട്ടുമെല്ലാം. മുതലക്കുളത്ത് ഇതാ ഇറങ്ങാൻ വരുന്നു, ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പുലി വരുന്നേ. ഇതെന്തിനു വേണ്ടിയായിരുന്നു? അവിടെ 4 ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? എന്നതുപോലെ ഇവര് കൂര്യാട് വയലില്, കക്കാടിനടുത്ത കൂര്യാട് വയലില് കുറച്ച് മുമ്പ് എന്ത് ചെയ്തു? ഒരു പരിപാടി നടത്തി. അതിലാളെ കൂട്ടാൻ വേണ്ടി ഇതുപോലെ ഇവർ പ്രചരണം നടത്തി. പൊന്മള ഇങ്ങോട്ട് വരുന്നുണ്ട്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇപ്പോൾ എത്തും, അതിങ്ങോട്ട് കാലുമാറിയിട്ടുണ്ട്, എ പി വിഭാഗം വിട്ടിട്ട് ഇതാ വരുന്നു എന്നാണ്. ആൾക്കാർ ധാരാളം ആളുകൾ പോയി അങ്ങോട്ട്. എന്താ ഇപ്പൊ സംഭവിക്കണെന്ന് വെച്ചിട്ട് നമ്മളാളുകളും പടച്ച തമ്പുരാനെ പൊന്മള ഉസ്താദ് ഇപ്പൊ അങ്ങോട്ട് പോവേ, ആളുകളൊക്കെ ചെന്നു. അവസാനം എന്തായി? പൊന്മള ഉസ്താദ് അതിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്, മനസ്സിലായില്ലേ? ഉസ്താദ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? NH-ലൂടെ പോയിരുന്നു എന്ന് അറിഞ്ഞു, മനസ്സിലായില്ലേ? ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതുപോലെ കുറെ ആൾക്കാർ, എത്ര ആൾക്കാരായിരുന്നു പേരായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്, പാടി നടക്കുകയായിരുന്നു. അവസാനം ഇപ്പൊ അവിടെ എത്തിപ്പെട്ടത്, അവിടെ വന്നത് ആരാന്നറിഞ്ഞ് 2 ആൾക്കാർ. ഒന്ന് നമ്മൾ ഈ റൂമിൽ നിന്ന് മറ്റ് പലയിടത്തുനിന്നും അന്വേഷിച്ച് നോക്കുമ്പോൾ പലയിടത്തുനിന്നും ഇതിന് മുമ്പേ അദ്ദേഹത്തെ എടുത്തെറിഞ്ഞതാണ്. SGVയിൽ നിന്ന് ഞങ്ങൾ എടുത്തെറിഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹത്തെ എന്ത് ചെയ്തു? പിന്നെ SGV വലിച്ചെറിഞ്ഞതിന് ശേഷം നമ്മുടെ സംഘടനക്കും ബോധ്യപ്പെട്ടു ആള് ശരിയല്ല എന്നുള്ളത്. പല തരത്തിലുള്ള തകരാറുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ എന്താ ചെയ്യുക, അദ്ദേഹം ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി ഓരോ വേഷം കെട്ടുകയും കാശിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യുന്ന ആളുകളാവുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവും. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ എന്ത് ചെയ്തു? നമ്മുടെ സംഘടന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെയും വലിച്ചെറിഞ്ഞു, പുറത്തെറിഞ്ഞു. അങ്ങനെ എടുത്ത് വലിച്ചെറിഞ്ഞ പലപ്പോഴായി പല സ്ഥലത്തു നിന്നും നമ്മൾ ഇവിടെ വെക്കാൻ പറ്റണ സാധനം എല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ട് മുറ്റത്തേക്ക് ഇട്ട്, മുറ്റത്തും നിർത്താൻ പറ്റിയ സാധനമല്ല എന്നുള്ള നിലക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ട്, അവിടെയും പറ്റണതല്ല എന്നുള്ള നിലക്ക് എന്ത് ചെയ്ത് അത് കുപ്പത്തൊട്ടിയിലേക്ക് ഇട്ട്, അത് പെറുക്കിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ മറ്റേ നമ്മളെ മുതലക്കുളം മൈതാനിയിൽ അതാണ് പ്രദർശിപ്പിച്ചത്. എന്നിട്ട് മൂപ്പര് പറയാണെന്ത്, എന്നെയും കൂടി പണയപ്പെടുത്തും ബുക്കും എന്ന് പേടിച്ചിട്ട് ഞാൻ ആ സംഘടന വിട്ട് ഓടി വന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിലും വലിയ തമാശ ഉണ്ടാ? പലപ്പോഴായി നമ്മളെ SGV എടുത്ത് പുറത്തെറിഞ്ഞ്, പിന്നെ സംഘടന എടുത്ത് പുറത്തെറിഞ്ഞ്,
അതിന്റെ മുമ്പേ തന്നെ വേറെ അതിന് മുമ്പുണ്ടായിരുന്ന പല മേഖലയിൽ നിന്നും അദ്ദേഹത്തെ എടുത്ത് പുറത്തെറിഞ്ഞാളത്രേ. അങ്ങനെ എല്ലാവരും എടുത്ത് പുറത്ത് വലിച്ചെറിഞ്ഞ സാധനം അവിടെ ചെന്നിട്ട് പറയുന്നത്, ഞാൻ ആ സംഘടന വിട്ടിട്ട് ഓടി വന്നതാണ്. അത് കേട്ടപ്പോൾ അവിടെ കേട്ടുകുത്തിയിരുന്നിരുന്ന സാധുക്കള് അവര് തെക്കുബീറും ചൊല്ലി. എപ്പോഴാ തെക്കുബീർ ചെല്ലേണ്ടത് എന്നായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവിടെ കൂടിയ ആ കുട്ടികൾക്ക് തെക്കുബീറെല്ലാം പറഞ്ഞു എന്നല്ലാതെ അതിന്റെ സന്ദർഭം എപ്പോഴാണ് ഇത് ചെല്ലേണ്ടതെന്നും കൂടി എസ് കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നു. മണ്ടത്തരം പറയുമ്പോ പൊട്ടത്തരം പറയുമ്പോ ചെല്ലണതല്ല അള്ളാഹു അക്ബർ എന്നുള്ള തെക്കുബീർ എന്നുണ്ടെങ്കിലും ആ എസ് കെന്റെ തലയെക്കെട്ടുകാരായ നേതാക്കള് അതിന്റെ ആ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. നമ്മുടെ നൗഷാദ് അഹ്സനി ഇപ്പോ നമ്മുടെ കളം വിട്ട് വേറെ സ്ഥലത്തേക്ക് മുങ്ങി. അതിനെക്കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിന് നല്ല അഭിപ്രായം അതാണെന്ന് തോന്നി, അത് സ്വീകരിച്ചു. ഏതുപോലെ ഇമാം ഷാഫിക്ക് ജദീമും ഖദീം. വല്ലാത്തൊരു താരതമ്യാണല്ലോ അത്. സുഹൃത്തെ, ഒരാൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നതിന് കുഴപ്പമില്ലല്ലോ, അതിന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇത്രയും കാലം ഞാൻ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്, ഞാൻ ജനങ്ങളെ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടാ മാറിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുജ്തഹിദ്, നിങ്ങൾ ആരെ താരതമ്യപ്പെടുത്തുന്നത്? നിങ്ങൾ ശരിച്ച വഹാബിയാണെന്നാണല്ലോ തോന്നുന്നത്. ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു മുത്ലഖ് മുജ്തഹിദായ ഒരു ഇമാമിനെ ആണോ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയോട് താരതമ്യം ചെയ്യുന്നത്? അത് വഹാബിന്റെ സ്വഭാവാ. കേട്ടാ, നിങ്ങൾ കേട്ടാ, മണ്ടത്തരം പറഞ്ഞതിനും വേണ്ട ഒരു അതിര് പടച്ച തമ്പുരാനെ. ഈ ഉസ്താദ്മാരൊക്കെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് പ്രസംഗിക്കുക, എന്നിട്ട് അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖദീമും ജദീദും കൗലു പോലെയാണത്രേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദ്മാരൊക്കെ ചീത്ത അറിഞ്ഞിക്കായിരുന്നോ? തന്നെ അവര് വിവരമില്ലാത്തവരറിഞ്ഞിക്കായിരുന്നോ? അവര് ജനങ്ങളെ പറ്റിക്കുന്നവരാന്ന് പറഞ്ഞിരുന്നോ? നിങ്ങളെ ഖിയാസ് തിരക്കിടില്ല. തനിച്ച വഹാബി, നിങ്ങൾ വഹാബിയാന്നല്ല പറഞ്ഞത്, വഹാബികളുടെ സ്വഭാവമാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അല്ല ഉസ്താദേ, ഒരുപാട് കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ട അബദ്ധത്തിൽ പറഞ്ഞുപോയി. ഇപ്പൊ അദ്ദേഹത്തിന് അയാൾ ഇത്ര കാലം പറഞ്ഞത് മോശമായി. ഇപ്പൊ പഠനം നടത്തിയപ്പോ അദ്ദേഹത്തിന് നേരത്തെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾവിക്കാരൻ ഉസ്താദ് എന്നെ തുടർന്നോളൂ കേട്ടോ. ഞാൻ അതിന്റെ ഇടയിൽ വന്നതാണ്, കാരണം ഞാൻ കടയിലാണ്. ഉസ്താദ് എന്നെ തുടരണം. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരുപാട് കാലം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൈക്കെടുത്ത കക്ഷി പറഞ്ഞത് ഒരുപാട് കാലം അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ലാസ്റ്റ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അവസാനം രാമൻതളി എന്ന വ്യക്തി റിപ്പോർട്ടർ ചാനലിനോട് വിഷയം എന്തൊക്കെയോ പറഞ്ഞു, കേൾക്കണം ഇങ്ങട്. അതിനുശേഷം മലബാറിൽ വന്നിട്ട് പറയാ, ജിഷാൻ വഞ്ചകനാണ്, ചതിയനാണ്, ഞാൻ AP ഉസ്താദിന്റെ കുട്ടിയാണ്, എനിക്ക് ഷാറെ മുബാറക്കിൽ ഒരു അതൃപ്തിയുമില്ല, വിശ്വാസക്കുറവുമില്ല, ഷാറെ മുബാറക്ക് ഹക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആള് എപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത്? നമുക്കതാ അറിയണ്ട്. അതിനുശേഷം ഈ രാമൻതളി ക്ലിപ്പൊക്കെ പുറത്തിട്ട് റിപ്പോർട്ടർ ചാനലിനോട് എല്ലാം പറഞ്ഞതിന് ശേഷം ഇയാള് പറയാ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഞാൻ ഷാറെ മുബാറക്ക് അംഗീകരിക്കുന്ന ആള്, AP ഉസ്താദിന്റെ കൂടെ പൊന്മള അത് അംഗീകരിക്കണില്ല എന്നാണ് ആരും രാമൻതളിയും പറഞ്ഞത്. രാമൻതളിയും പറഞ്ഞത് അതാണ്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. നൗഷാദ് വന്നിട്ട് പറഞ്ഞെന്താ, ഞാനും അംഗീകരിക്കുന്നുണ്ടെന്നാ. പിന്നെ എപ്പോഴാണ്, അതിനുശേഷം എന്ത് കാരണം കൊണ്ടാണ് ഈ ഷാറെ മുബാറക്ക് ബാത്തിലാന്ന് ബോധ്യപ്പെട്ട്? അതാ എനിക്കറിയണ്ട്. അതിനുശേഷം ഏതൊരു കാരണം കൊണ്ട് അന്ന് മലബാർ ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചതിന് ശേഷമുണ്ടായ ഏത് കാരണമാണ് അദ്ദേഹത്തിന് ഷാറെ മുബാറക്ക് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടത്? CD ഒക്കെ ഞാൻ കണ്ടു, എല്ലാം കണ്ടിട്ടാ സംസാരിക്കണേ, അതൊക്കെ കണ്ടിട്ടാണ്, മനസ്സിലായില്ലേ? അതിനുശേഷം
ഉറപ്പല്ലേ? അതിനുശേഷം എന്ത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഷാരെ മുബാറക്ക് ബാത്തിലാന്ന് പറഞ്ഞു? ആദ്യം മൂപ്പര് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം അറിയോ, വ്യക്തമായിട്ട് മൂപ്പര് പറയാണ്, ഞാൻ അവിടെ പോയി ഈ ഷാരെ മുബാറക്കിന് നേരില്ലാന്ന് എനിക്ക് കണ്ടു ബോധ്യപ്പെട്ട യാഥാർത്ഥ്യാന്ന് പറഞ്ഞ ആളാണ് ഇയാള്. പിന്നെ എങ്ങനെയാണിത്? എനിക്കത് കണ്ടു ബോധ്യപ്പെട്ട യാഥാർത്ഥ്യാണ് എന്ന് പറഞ്ഞ ആൾക്ക് ആ കണ്ടു ബോധ്യപ്പെട്ട യാഥാർത്ഥ്യത്തിന് എതിരെ ഇപ്പൊ ഇത് ബാത്തിലാണെന്ന് തെളിയാൻ എന്ത് യാഥാർത്ഥ്യമാണാവോ വന്നത്? അതൊന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കണം നിങ്ങള്. എന്താണ് അതിനുള്ള കാരണം? ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് തന്നെ തുടരും. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈറ. തീർച്ചയായും ബയ്യോൾ ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് വളരെ അടിവരയിടേണ്ട പോയിന്റാണ്. മനസ്സിലായില്ലേ? ഇദ്ദേഹം തന്നെ നേരിട്ട് പോയി കണ്ടു, ബോധ്യപ്പെട്ടു. അങ്ങനെ കണ്ട് ബോധ്യപ്പെട്ട് വന്നതിന് ശേഷം ഇദ്ദേഹം സംവാദം വരെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ലിപ്പുകളൊക്കെ കണ്ടതിന് ശേഷമാണ്, ഇതൊക്കെ കൈ കിട്ടിയതിന്റെ ശേഷമാണ് വാലന്റെ ക്ലിപ്പുകളെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ കൈ കിട്ടുകയും എല്ലാം ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ സംസാരിച്ച ആൾക്ക് പിന്നെ അതിന്റെ ശേഷം വേറെ എന്ത് തെളിവാ കിട്ടിയത് അത് പറയട്ടെ അയാള്. അത് അയാളോട് പറയട്ടെ, അപ്പൊ ഞങ്ങൾ മറുപടി പറയും ഇൻഷാ അല്ലാഹ് കേട്ടാ. ഓക്കെ, മൈക്ക് വിട്ടു. സുഹൃത്തുക്കളെ, മൈക്കിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ മൈക്കൊന്ന് ചെക്ക് ചെയ്യുക, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ടാ. നിങ്ങളിപ്പോ ആരാണ്? PMAVMK, അദ്ദേഹത്തിന്റെ ശബ്ദമൊന്നും പുറത്തു വന്നിരുന്നില്ല കേട്ടാ. മൈക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വെറുതെ നമ്മളെ സമയം കളയരുതല്ലോ. ഒരുപാട് ആളുകൾ, 1000-600 ആളുകൾ ഇപ്പോൾ ഇതിലുണ്ട്. സെക്കൻഡ് റൂമിൽ എത്രയുള്ളത്? അതുണ്ട്, സെക്കൻഡ് റൂമിലുണ്ട്, തേർഡ് റൂമിൽ ലൈവ് നടക്കുന്നില്ലേ? തേർഡ് റൂമിൽ നമ്മുടെ പുളിക്കൽ നിന്നുള്ള ഷാഫി സക്കാഫിയുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, SGBയുടെ 3ാമത്തെ റൂമിൽ. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും ഇവിടെ തന്നെ ഇപ്പൊ 602 ഐഡികളായിട്ടുണ്ട്, ആളുകളുണ്ട്. അപ്പോ അവരുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മൈക്കിൽ വരുന്നവര് സംസാരിക്കുക, ഒന്ന് ഉറക്കെ സംസാരിക്കും വേണം. ഞാൻ മൈക്ക് വിട്ടു. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾവിക്കാരൻ ഉസ്താദ്, നിങ്ങൾ ഡോക്ടറല്ലേ, കാര്യം പറയണ. പിന്നെ ഉസ്താദ് പറഞ്ഞു നൗഷാദ് ഹസനി പിന്നെ പണ്ഡിതന്മാരൊക്കെ ചീത്ത വിളിച്ചു, തെറിയൊക്കെ വിളിച്ചു എന്ന്. എന്താണ് ഉസ്താദ് പിന്നെ നൗഷാദ് ഹസനി വിളിച്ച ചീത്ത എന്തായിരുന്നു, തെറി എന്തായിരുന്നു? അതൊന്ന് പറയാൻ കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. ഏറ്റവും വലിയ ചീത്ത ഉസ്താദുമാര് വിവരമില്ലാത്തവരാണെന്നുള്ളതും ഒരു വലിയ വഞ്ചനക്ക് കൂട്ടുനിന്നവരാണ് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആരോപണം. അതിലേറെ വലിയൊരു ആരോപണം പിന്നെ എന്താ പറയേണ്ടി? അതന്നെ ഒന്ന് കേട്ടാ. അത് പറയുമ്പോൾ ആ വഞ്ചനക്ക് കൂട്ടുനിന്നതിൽ അദ്ദേഹത്തിന് പറഞ്ഞതിൽ ആരും കൂടി ഉൾപ്പെടുന്നു? ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സുഹത്തി വല്ലാഫിയ. ഈ സുലൈമാൻ ഉസ്താദാണ് ഈ കക്ഷിയെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് കുപ്പായ കൈ നീർത്തിടാൻ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദാണത്. ആ ഉസ്താദിനെ പോലും അംഗീകരിക്കാതെ ധിക്കരിച്ച് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടാ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല. അത് അദ്ദേഹത്തിനും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് അറിയാത്തവർക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ചൊറിയും, അപ്പം അറിഞ്ഞുകൊള്ളും. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഈ കയ്യുയർത്തി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് ശ്രദ്ധിച്ചാ മതി. പരിശുദ്ധമായ ഷഅറെ മുബാറക്കിന്റെ കാര്യത്തിലല്ല അഹ്സനി പോയത്, അഹ്സനി നല്ല നൗഷാദ് പോയത്. അക്കാര്യം ഉറപ്പിക്കാം. എന്തുകൊണ്ട്? ഞാൻ മറ്റാരെ പറ്റിയല്ല, രാമന്തളിയും അതുപോലെ തന്നെ നൗഷാദും പോയത് ഷഅറെ മുബാറക്കിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടേ അല്ല. എന്തുകൊണ്ട്? ഇവിടെ നിങ്ങൾ ഈ പോയിന്റ് അടിവരയിടണം. നേരത്തെ കേൾവിക്കാർ സ്ഥാനം പറഞ്ഞില്ലേ, അത് ബന്ധപ്പെട്ട എല്ലാ ക്ലിപ്പുകളും ജിഷാന്റെ കയ്യിൽ നിന്ന് അഹ്സനി ഈ നൗഷാദ് വാങ്ങിക്കൊണ്ടുപോയി അത് മുഴുവൻ കേട്ടു. അതിലുള്ള ചില ക്ലിപ്പുകൾ റിപ്പോർട്ടർ ചാനലിനോട് രാമന്തളി പറഞ്ഞു. അതിനുശേഷം നൗഷാദ് ഈ ജിഷാനെ വിളിച്ചിട്ട് പറയാണ്, ജിഷാനെ നമ്മളെ രാമന്തളി പറ്റിച്ചല്ലോന്ന്. കേൾക്കണങ്ങള്, നമ്മളെ രാമന്തളി പറ്റിച്ചല്ലോ. അങ്ങനെ ആകെ വിഷയം വന്നു. രാമന്തളിയും നൗഷാദും കളിച്ചിട്ടുള്ള കളിയാണ് എന്ന് പൊതുജന സംസാരം വന്നപ്പോ ഒരു ദിവസം ഞങ്ങളുടെ സഹോദര റൂം മലബാറിൽ ഈ നൗഷാദ് പ്രത്യക്ഷപ്പെടുന്നു. നൗഷാദ് പറയാണ്, പച്ചക്ക് പറയാണ്. ഞാൻ ചോദിക്കാണ്, നിങ്ങളൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം. പച്ചേ പറയാണ്, ഞാൻ ഷഅറെ മുബാറക്കിനെ വിമർശിക്കുന്ന കൂട്ടത്തിലല്ല, ജിഷാൻ ചതിയനാണ്, ജിഷാൻ വഞ്ചകനാണ്. എന്നിട്ട് ജിഷാനെ കുറെ കുറ്റം പറഞ്ഞു. ആ കൂട്ടത്തിൽ രാമന്തളിനെ ഒന്ന് ഞോടി അങ്ങനെ പറഞ്ഞു പോയിട്ട് മൂപ്പര് പറഞ്ഞെന്താ അറിയോ, ഞാനത് അംഗീകരിക്കുന്നു, ഞാൻ AP ഉസ്താദിന്റെ കുട്ടിയാണ്, AP ഉസ്താദ് പറയുന്നത് സ്വീകരിക്കല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ അതിനുശേഷം ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ട് മാറി എന്ന് പറയാൻ പറ്റൂലല്ലോ. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പിന്നെ മാറിയത് എന്ന് പറയാൻ പറ്റൂലല്ലോ. ഓൾറെഡി എല്ലാ ക്ലിപ്പുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും അയാൾ എന്താ ചെയ്തത്, ഇതാ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ എന്താ ഉണ്ടായി അറിയോ? ഇനി നമ്മളങ്ങ് പറഞ്ഞുതരാ കാര്യം. ഇവിടെ നടന്നത് എന്താ അറിയോ? ഇൻഷാ അല്ലാഹ് അതിപ്പം വിശദീകരിക്കണോ? വിശദീകരിച്ച് ഓക്കെ, നിങ്ങൾക്ക് വിഷമാവും. മൂപ്പർക്ക് സത്യത്തില് സമസ്തന്റെ ഉള്ളിൽ ഒരു ഭിന്നത ഉണ്ടാക്കി തീർക്കലായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം എന്ത് കണ്ടില്ല? വിഷം കണ്ടില്ല. കേൾക്കണമെങ്കില് സമസ്തന്റെ ഇടയിൽ, ആലിമീങ്ങളുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് തിരിവ് ഉണ്ടാക്കലായിരുന്നു നിങ്ങളെ ലക്ഷ്യം. പക്ഷെ അതെന്ത് ചെയ്തില്ല? വെളിച്ചം കണ്ടില്ല. വെളിച്ചം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇത് പുറത്തായല്ലോ. ഏത്? ഈ നൗഷാദ് ഇതിന്റെ കർട്ടന്റെ പിന്നിലുണ്ട് എന്നുള്ള പൊതുജന സംസാരം വന്നപ്പോ നൗഷാദിന് സംഘടനയെ പിടിച്ചു നിൽക്കണം. ഇതാണ് രസം. സംഘടനയിൽ മൂപ്പർക്ക് പിടിച്ചു നിൽക്കണം. അതിന് വന്നിട്ട് പറഞ്ഞതാണ്, ഞാൻ AP ഉസ്താദിന്റെ മോനാണ്, ഷഅറെ മുബാറക്ക് വിശ്വസിക്കുന്നുണ്ട്, നെഞ്ഞത്തടിച്ച് പറഞ്ഞു മൂപ്പര്. കേൾക്കണങ്ങള്. അപ്പൊ എന്ത് ചെയ്ത്? പാവങ്ങൾ ഉസ്താദുമാരില്ലേ, ഓക്കെ, ഉസ്താദുമാര് അപ്പോഴൊന്നും നിയമം എടുത്തില്ല, ഒന്നും ചെയ്തില്ല. കാരണം ഒരാൾ അങ്ങനെ പറയുമ്പോ പിന്നെ ഈ മുസ്ലിമായ മനുഷ്യനല്ലേ, നുണ പറയില്ലല്ലോ എന്ന് ഈ ഉസ്താദുമാര് കരുതി. ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങള് ആ ഉസ്താദുമാര് അത്രയുള്ള ആ സ്ഫുടം ചെയ്ത ഹൃദയക്കാരല്ലാതെ ഞങ്ങൾക്കറിയായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ. പക്ഷെ ഉസ്താദുമാര് ഓൻ പറഞ്ഞു ഇങ്ങനെ. ഏത്? അപ്പൊ ഉസ്താദുമാര് ഓക്കെ ആ രൂപത്തിൽ വിട്ടു. പക്ഷെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ കേൾക്കണം. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഭൂലോക വഞ്ചകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആര്? രാമന്തളി പറഞ്ഞു. ആരോട്? റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞു. പക്ഷേ ഇത് ഇയാള് ജോലി ചെയ്യുന്ന ആക്കോടുള്ള ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കേൾക്കണങ്ങള്, ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ജനങ്ങൾ പറഞ്ഞു, ഇനി ആലിമീങ്ങളൊക്കെ മാപ്പ് കൊടുത്താലും ശരി, ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തൽക്കാലം എന്റെ മൂപ്പരാക്കൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇതുണ്ടായത് മാറ്റി അവിടെ നിർത്തി. ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞല്ല, ജോലി ഒന്നും പിരിച്ചുവിടരുതേ. പൊന്മുള ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. പൊന്മുള ഉസ്താദിന്റെ വിശാലമായ ഹൃദയം നോക്കണമെങ്കിൽ ഏതായാലും ജനങ്ങൾ അത് സ്വീകരിച്ചില്ല എന്ന് പറയാ. ഇയാളെ മാറ്റി പരപാർപ്പിച്ചു. സംഘടന എടുത്ത ഒരേ ഒരു തീരുമാനം എന്തുമാത്രാന്ന് ചോദിച്ചാലും, മൂപ്പര് ഇനി എന്ത് ചെയ്യണ്ട? പബ്ലിക് ആയിട്ടുള്ള പരിപാടിയിലൊന്നും പങ്കെടുപ്പിക്കണ്ട, സംഘടനയുടെ ലേബലിൽ പരിപാടി പങ്കെടുപ്പിക്കണ്ട. ചുരുക്കം പറയാ, അന്നം മുട്ടി. ഇതെന്തായത്? കാരണം സ്റ്റേജും ഇല്ല, ദർശനവും ഇല്ല. സ്വാഭാവികം മനുഷ്യന്മാരല്ലേ, പെരേലല്ലേ, ാവൂലേ, കുട്ടികളല്ലേ ഉള്ളത്, വിശപ്പ്. ഇത് അല്ല ഉസ്താദെ, കുറച്ച്
അസ്സലാമു അലൈക്കും. കേൾക്കാമോ? പണത്തിന് മുകളിൽ പരുന്തും പറക്കൂല. അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതിപ്പോ ഒന്ന് വ്യക്തമായെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആളുകൾ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കച്ചറ വേസ്റ്റ് കൊട്ടയിൽ കിട്ടിയതിന് ശേഷം പിന്നെ അതെന്തേ നല്ലതായിരുന്നു സാധാരണ പരിശോധിക്കാറില്ല. തൽക്കാലം നമുക്ക് വിഷയം വീടുകയാണ് നല്ലത് എൻ്റെ അഭിപ്രായം. ഒക്കെ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു എല്ലാവരും പറയും പോലെ ഈ വിഷയം നമ്മൾ വിട്ടുകാണ്ട് നമുക്ക് വേറെ കാര്യം ചെയ്യാം, എന്തെങ്കിലും സംസാരിക്കും. നൗഷാദ് പോയ നമുക്ക് അവരെ വേണ്ട, പോയവരൊക്കെ പോയി. നമുക്ക് നമ്മളുള്ള ആൾക്കാരെ കുറിച്ച് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നല്ല ധൈര്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഉസ്താദ് പയ്യോട് ഉസ്താദിന്റെ കയ്യിൽ മൈക്ക് പോയതായിരുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് മൈക്ക് എടുത്തോളൂ. നേരത്തെ പറഞ്ഞ സഹോദരന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഏതായാലും സുഹൃത്തെ, നമുക്ക് ദീനിയായ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രാധാന്യം. അതുപോലെ ആദർശ വിഷയങ്ങളാണ് SGBയുടെ മുഖ്യം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മലർത്തിയടിക്കുക എന്നതിന് വേണ്ടി തന്നെയാണ് സുന്നി ഗ്ലോബൽ വോയിസ് നമ്മൾ തുടങ്ങിയത് തന്നെ. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് മുനാഫിക്കുകൾ, കപടന്മാർ എന്തെങ്കിലും വാക്കുകളുമായി വന്നാൽ അതിന് നിജസ്ഥിതി മനസ്സിലാക്കണം, അന്വേഷിച്ച് അറിയണം എന്ന് പറഞ്ഞത് കൊണ്ട് അതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അല്പം ഉസ്താദുമായി പറയുക എന്ന് മാത്രമാണ്. ഇൻഷാ അല്ലാഹ്. വയ്യുൽ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? വയ്യുൽ ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലേ? പയ്യോട് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? മൈക്ക് എല്ലാവർക്കും തരും. പയ്യോട് ഉസ്താദ് ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ തുടർ ഭാഗം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മൈക്ക് തരും. പയ്യോട് ഉസ്താദ് മൈക്ക് എടുക്കാം. ഞാൻ മൈക്ക് ലിസ്റ്റിന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പോഴേ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, മൂപ്പരെന്ത് ചെയ്തു, സ്റ്റേജും ഇല്ല ദർസും ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്കെ സ്വാഭാവികമായിട്ടും വീട്ടില് വിഷമവും പ്രയാസമൊക്കെ വന്നപ്പോ മൂപ്പര് തീരുമാനിച്ചു, ഇനിയിപ്പോ ഇവിടെ നിന്നാൽ എന്തായാലും സ്റ്റേജും കിട്ടൂല, പേജും കിട്ടൂല, ദർസും കിട്ടൂല. മൂപ്പരങ്ങനെ ധരിച്ചു വെച്ചതാണ്. അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു, കേൾക്കണം. അതാ ഒരു മിനിറ്റ്, ഞാനൊന്ന് DND ഇട്ടാട്ടെ, മറ്റെന്റെ ഇതിപ്പോ പോവും. മറ്റ് DND ഇട്ടിട്ടില്ലെങ്കിലേ ഇപ്പൊ അത് പ്രയാസത്തിലാവും. ഇനി അടിച്ചുകൂടിയട്ടോ എല്ലാവരും. അപ്പോഴേ സംഭവിച്ചെന്താന്ന് ചോദിച്ചാല്, പിന്നെ ഒന്നും കിട്ടൂല, പ്രയാസത്തിലായപ്പോ സ്വാഭാവികമായിട്ട് മൂപ്പര് തീരുമാനിച്ച് ഇനി മറുകണ്ഠം ചാടുക. അങ്ങനെ തീരുമാനിച്ച് മൂപ്പരെന്ത് ചെയ്തു, ഇവരെയൊക്കെ വിളിക്കുകയും പോവുകയും ഒക്കെ ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞു. ഉള്ളിൽ അണ്ടർസ്റ്റാൻഡിങ് നടന്നു. അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നടന്നപ്പോ ഈ പാവം സുലൈമാൻ ഉസ്താദേ, നിങ്ങൾ കേൾക്കണം കഥ. ഈ സുലൈമാൻ ഉസ്താദ് അറിയില്ല, ഐറ്റിങ്ങൾക്കൊന്നും അറിയില്ല. ഈ വക്രത തൊട്ട് തീണ്ടാത്ത ബഹുമാന്യന്മാരായ ഉസ്താദുമാരല്ലേ. ഐറ്റിങ്ങൾ ഈ പ്രയാസമൊക്കെ പാടെ കണ്ടപ്പോ ഈ നൗഷാദിനോട് പറഞ്ഞു, നൗഷാദേ, ഏതായാലും വീട്ടിലും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ട, ഇതൊരു കാര്യം ചെയ്യും, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് ഒരു ജോലിയുണ്ട്. അങ്ങനെ ഒരു ജോലി പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് നിൽക്കട്ടെ. ഇതിന് മുമ്പ് മൂപ്പരെന്ത് ചെയ്തു പോയിട്ടുണ്ട്, മലപ്പുറം സുന്നി മഹലിൽ പോയി റെക്കോർഡ് നടത്തിപ്പോയി. കേൾക്കണങ്ങള്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ടവര് തൽക്കാലം കുട്ടികളും മക്കളും ഒന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ ഒരു കാര്യം ചെയ്യും നൗഷാദേ, ഇന്നടത്തേക്ക് പോയിട്ട് ജോലിക്ക് ശരിക്കും ശ്രദ്ധിച്ചോളൂ. സുലൈമാൻ ഉസ്താദ് അറിയില്ല, സുലൈമാൻ ഉസ്താദ് വിവരം അറിയില്ല ഏതായാലും. പക്ഷെ ഇതിന്റെ മുമ്പ് മൂപ്പരെ കയ്യിൽ നിന്ന് പിടുത്തം പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സുലൈമാൻ ഉസ്താദ് ഇത് പറഞ്ഞപ്പോ മൂപ്പര് സമീനാവ അത്തൈന ആമന്നാവ സല്ലംന, ശരിക്കും ശ്രദ്ധിച്ചോളി. ഉസ്താദ് പറഞ്ഞ പിന്നെ നൗഷാദിന് വേറെ മാർഗമൊന്നുമില്ല, അംഗീകരിച്ചു.
അതുകൊണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടിക്ക് വരാതിരുന്നത്. നൗഷാദ് നെഞ്ചത്തടിക്കാൻ പറിച്ചോനെ ഞാൻ ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തും പോയി. ഇനി എന്ത് ചെയ്യും? ആ നെഞ്ചത്തടി അടിച്ചുകൊണ്ടേ ഇരിക്കുക, അനുഭവിച്ചേ പോകൂ മോനെ. കാരണം എന്താ അറിയോ, ഈ ഒരു അവസ്ഥയല്ലേ വന്നത്? എന്തേ കാരണം? നിങ്ങൾക്ക് മാന്യായിട്ട് ഞാൻ പറഞ്ഞല്ലോ, രാമന്തളി ആ ക്ലിപ്പ് ഇട്ട ഉടനെ റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയായിരുന്നല്ലോ, ഞാൻ നിമ്മൂടിനെ അംഗീകരിക്കൂല, കാന്തപുരം വിഭാഗത്തിന് ഞാൻ അംഗീകരിക്കൂല, ഞാൻ പോവുകയെന്ന് പറഞ്ഞാൽ ആരാ നിങ്ങളെ വിടാത്ത്? നിങ്ങൾ പിടിച്ചു വെക്കുവോ? പോയിക്കോളിന്ന് അറിയില്ല. പക്ഷെ ചെയ്തില്ല. നിങ്ങൾ മുനാഫിക്കിന്റെ, നിങ്ങൾക്ക് സംഘടന വേണം, സംഘടനയിൽ ഇങ്ങനെ നിൽക്കണം വലിയ ആളായിട്ട്, അല്ലേ? അതല്ലായിരുന്നോ നിങ്ങൾക്ക് പോകാൻ വിമുഖത? ആണ്. പക്ഷേ ആഖിറത്തിന്റെ പാർട്ടിയാണിത്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ആഖിറത്തിന്റെ പാർട്ടിയാണിത്. ഇവിടെ അങ്ങനെ ജാട കാണിക്കാൻ, ഗമ കാണിക്കാൻ, തോന്നിവാസം കാണിക്കാൻ അള്ളാഹു താല ഒരുത്തനെയും വെച്ചേക്കൂല. ആ പണ്ഡിതന്മാര് സാത്വികരാണ്, അവർക്ക് പിന്നെ ഈ വക്രബുദ്ധി ഇല്ല എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങളെ ഈ വക്രബുദ്ധി അതിൽ നിലനിന്നു പോവില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു കറാമത്താണ് നിങ്ങൾ പുറത്തായത്. മനസ്സിലായില്ലേ? നിങ്ങൾ പുറത്തായത് അതിന്റെ ഏറ്റവും വലിയ കറാമത്താ. ഞാൻ ആദ്യമേ പറഞ്ഞു, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കുറിച്ച് വഞ്ചകൻ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ രാമന്തളി അത് പറയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാമന്തളിക്ക് അത് പറയാൻ രാമന്തളി ഓൺലി സ്പീക്കറാണ്. ഒരു സ്പീക്കറാണ് രാമന്തളി, അതിനപ്പുറത്തൊന്നുമല്ല. അതിന്റെ കർട്ടന്റെ പിന്നിൽ ഇനി നിങ്ങൾ കേൾക്ക്. എന്നാ പിന്നെ എന്തിനായിരുന്നു സംഘടനക്ക് അന്ന് തന്നെ അങ്ങ് പുറത്താക്കിയ പോരായിരുന്നോ? നൗഷാദിനെ പുറത്താക്കിയ പോരായിരുന്നോ? എന്തുകൊണ്ട് സംഘടന പണിയെടുത്തില്ല? സംഘടനയിൽ കുറച്ച് ബിരുദന്മാർ ഏതായാലും ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കണം. സംഘടനയിലുള്ള ആളുകൾ ഈ കളിയെല്ലാം കുറെ കണ്ടിട്ടുണ്ട്. ഈ സാത്വികരായ ആലിമ്യങ്ങളുണ്ട്, അവർക്കാണ് ഈ വക്രബുദ്ധി തിരിയാത്തത്. പക്ഷെ സംഘടനയിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയവന്റെ കളി. അതുകൊണ്ട് സ്വാഭാവിക ഒരു ചോദ്യം വരും, എന്ത് എന്നാ പിന്നെ അന്ന് രാമന്തളിനെ പുറത്താക്കുമ്പോൾ തന്നെ ഇയാളെ അങ്ങ് പുറത്താക്കി കൂടായിരുന്നോ? അത് ചെയ്തില്ല. എന്ത് കാരണം എന്നറിയങ്ങള്? ഇവര് വിചാരിച്ച് ഇത് തിരിയായിട്ടാന്നാ, തിരിയാഞ്ഞിട്ടല്ലായിരുന്നു. കേട്ടോ, വളരെ സന്തോഷത്തോടു കൂടി ഇപ്പം ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ പറയുന്നത്. കേട്ടോ, എന്താ വിഷയം എന്നറിയോ? രാമന്തളി പബ്ലിക്കിൽ വന്ന് പറഞ്ഞു, എന്ത് പൊന്മള ഉസ്താദ് വഞ്ചകനാണ് എന്നുള്ള വിഷയം പബ്ലിക്കിൽ വന്ന് രാമന്തളി പറഞ്ഞു. അപ്പൊ രാമന്തളിക്ക് ഉള്ള ആക്ഷനും എന്തായി? പബ്ലിക്കിലായി. ഒരാള് പബ്ലിക്കിൽ പറയുമ്പോൾ ആക്ഷനും പബ്ലിക്കിൽ കൊടുത്തു, സംഘടന അതിന്റെ കർത്തവ്യം നിർവഹിച്ചു. പക്ഷെ ഇതിന്റെ ബേക്കിൽ, കർട്ടന്റെ ബേക്കിൽ ഇങ്ങനെ എഴുതിട്ട് ചാടി രാമ ചാടി, ഓടി രാമ ഓടി എന്ന് പറയുന്ന ആളായിരുന്നു ആര്? നൗഷാദ്. അപ്പൊ നൗഷാദിന് കൊടുക്കേണ്ടതും അങ്ങനെ കർട്ടന്റെ പിന്നുന്നായിരുന്നു. അങ്ങനല്ലേ? ജസാഉ സയ്യിഅത്തിൻ സയ്യിഅ അല്ലെങ്കിൽ ബിമിസ്ലിഹാന്നല്ലേ? അങ്ങനെ ബേക്കിന്ന് കൊടുക്കണം. അതിന് വേണ്ടി സംഘടന ഉള്ളിൽ കൂടി ഒരു ചരട് അങ്ങോട്ട് വരിച്ചു. കാരണം ഓനം സ്വാഭാവികം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ട് അത് ബ്ലോക്ക് ചെയ്തറിയാ. ആ ബ്ലോക്കിങ്ങിൽ മൂപ്പര് കൊടുക്കും, ഓട്ടോമാറ്റിക്കലി മൂപ്പര് തന്നെ ചാടും പുറത്തേക്ക്. ഇത് സംഘടനക്ക് അറിയായിരുന്നു, മൂപ്പര് തന്നെ പുറത്തേക്ക് ചാടുന്നു. കാരണം ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചാടേണ്ടി വരും. ആ ഓട്ടോമാറ്റിക്കലി മൂപ്പര് തന്നെ ചാടി. സംഘടന കർട്ടന്റെ ബേക്കിൽ നിന്ന് മൂപ്പര് കർഷനിൽ നിന്ന് പുറത്തേക്കും ചാടി. ഇതായിപ്പോ ഉണ്ടായത്. അതുകൊണ്ട് ആർക്ക് പോയി? ഇന്റെ കുട്ടി അമ്മക്ക് പോയി എന്നല്ലാതെ വേറെ ആർക്കും ഒരു ചുക്കും പോകാനില്ല. ഒരാള് പോയാൽ അവന് പോകാം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് സംഘടനയെ മൂക്കിൽ വലിക്കാന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾ വിചാരിച്ച അതാണ്. നിങ്ങളെക്കാളും വലിയ കൊമ്പന്മാർ ഇവിടെ എത്ര വന്നുപോയി. എന്നിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടായോ? ഒരു ചുക്കും നടക്കൂല. നിങ്ങളെ വ്യാമോഹാണ്. അവനവന് തോന്നി എന്ത് ഞാൻ വലിയ കാര്യപ്പെട്ട ആളായിരുന്നു. അത് തോന്നല് മാത്രം, ഒരു കാര്യമില്ലായിരുന്നു. അത് വേറെ വിഷയം. അല്ലാഹു തആല ഖൈറ് ചെയ്യട്ടെ. ഇതായിരുന്നു ഇതിന്റെ പിന്നിലെ കളികൾ. ഞാൻ ആ കളികൾ ഒന്ന് ചുരുക്കി പറഞ്ഞതാ. ഇയാളുടെ നിഫാഖ്, മൂപ്പർക്ക് സത്യത്തിൽ ഇപ്പൊ പൈസ മറ്റൊരുന്ന് കിട്ടിക്കാണും എന്നാണ് പറഞ്ഞത്. കിട്ടിയെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. കാരണം അതല്ലാതെ ഇവിടെ പുതിയൊരു സാഹചര്യം ഒന്നും ഷേറെ മുബാറക്കിന്റെ കാര്യത്തിൽ നിലവിലില്ല. പഴയുള്ള മൂപ്പർക്കെല്ലാം അറിയുന്ന സാഹചര്യമേ നിലവിലുള്ളൂ. അതിനപ്പുറം പുതുതായി ഒരു രേഖ പുതിയത് ഇത് തെറ്റാണെന്നുള്ളതിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ രേഖ വന്നത് പിന്നെ ഇല്ലന്റിലോ കവറിലോ ആണ് ആ പുതിയ രേഖ വന്നിട്ടുള്ളത്. ആ രേഖ എന്താന്ന് വ്യക്തമാക്കേണ്ടത് നൗഷാദാണ്. അത് ഞങ്ങൾ നൗഷാദിനോട് ചോദിക്കുകയാണ്. മൂപ്പരും കേൾക്കേണ്ടത് നിങ്ങൾ വെറുതെ അല്ല. ഇതിങ്ങനെ പറയണം എന്താ പറയുക? നൗഷാദ് ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച് പയ്യോട് വെറുതെ സംസാരിക്കല. അതുകൊണ്ട് നൗഷാദിനോട് നമ്മക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്തൊരു കാരണം കൊണ്ടാണ്
അഥവാ ഇയാള് രാമന്താണ് ഇതൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ട് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ട് AP ഉസ്താദിന്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങൾ അതിനെ തള്ളിപ്പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അത് ഏത് രേഖ കൊണ്ടാണ് അതിനുശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അതൊന്ന് പൊതുജനങ്ങളോട് പറയാൻ നട്ടെല്ല് കാണിക്കണം, ആണത്തം കാണിക്കണം. അത്രയേ നൗഷാദിനോട് എനിക്ക് പറയാനുള്ളൂ. അതിനുള്ള ആണത്തം നിങ്ങൾ കാണിക്കണം. അതിനുശേഷം ഉണ്ടായ ഏത് പുതിയ സംഭവ വികാസമാണ് നിങ്ങൾക്ക് ഈ ഷാറെ മുബാറക്ക് ബാത്തിലാണെന്ന് ബോധ്യപ്പെടുത്തി തന്നത്? അതൊന്നും നിങ്ങൾ പറയണം. അത് പറഞ്ഞാൽ തീരും കഥ. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ, എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇനി മറ്റുള്ളവർക്ക് മൈക്ക് എടുക്കാൻ ഞാൻ തൽക്കാലം ഇപ്പൊ മൈക്കിലേക്ക് വരില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഉസ്താദ്. അതന്നെയാ പറഞ്ഞേ. കാരണം എന്താന്ന് വെച്ചാല് ഈ SGB കളിങ് തുടങ്ങിക്കഴിഞ്ഞാല് ഇങ്ങനെ തന്നെയാ ഉണ്ടാവുക. ഇപ്പൊ മനസ്സിലായില്ലേ സഹോദരന്മാരെ? ഈ ക്ലിപ്പ് വീരനും മായ്ക്കാരനും അതുപോലെ തന്നെ ഈ നൗഷാദിനെ ഒക്കെ ഞങ്ങളാരും ക്ലിപ്പ് ഉണ്ടാക്കാൻ പോകാറില്ലെങ്കിലും അവരുണ്ടാക്കിയ ക്ലിപ്പ് തന്നെ അവരെ മൂക്കി താഴ്ത്താനും മൂക്കുകൊണ്ട് ഷാ വരപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയും കേട്ടോ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പിന്നെ ഈ ക്ലിപ്പൊന്നും റൂമിൽ വെക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഇപ്പോ പയ്യോളി ഉസ്താദ് പറഞ്ഞതിൻ്റെ തൊട്ട് രണ്ടിന്റെ നടുക്ക് നിൽക്കുവാനാന്ന് തോന്നുന്നു ഏതായാലും മൂപ്പർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ഞെട്ടിപ്പിക്കലും കൂടിയും തരാം. കാരണം ഈ മനുഷ്യന്റെ ക്ലിപ്പ് കേൾക്കൽ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. രാമന്തള്ളിയെ പുറത്താക്കിയതിനു ശേഷം കുറിച്ചു വെച്ച സഹോദരന്മാരെ, ഈ രാമന്തള്ളിയുടെയും നൗഷാദിന്റെയും ടെലിഫോൺ റെക്കോർഡുകൾ ഒന്ന് പരിശോധിക്കുക. SYS എന്ന് പറയുന്ന സംഘടന മുഹമ്മദ് രാമന്തള്ളിയെ പുറത്താക്കിയതിനു ശേഷം ഇന്നേ വരെ രാമന്തള്ളിയും നൗഷാദും തമ്മിൽ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്? രേഖകൾ ഇത് നാടകത്തിന്റെ ആൾക്കാർ നാടക അഭിനയത്തിൽ ഉള്ള വെല്ലുവിളിയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടോ എന്നല്ല, ഏതായാലും രേഖ പുറത്തു വിടട്ടെ. ഏതായാലും തമ്മാമല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ എത്ര സംഭവങ്ങൾ കളി 18 പഠിപ്പിക്കും. ഏതായാലും ഞങ്ങൾക്ക് കഴിയും. പക്ഷെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒക്കെ മാറ്റിവെച്ചതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ഇതിന്റെ ആകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം മൈക്കെടുത്തത്. മറ്റുള്ളവർക്ക് മൈക്ക് ഇപ്പം തരാം. അതായത് ഒരു പിന്നെ ഏകദേശം 2-2.5 കൊല്ലത്തോളമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ഓക്കെ ഉസ്താദെ, അത് നമുക്ക് നമ്മുടെ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ശേഷം അപ്പോഴേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. ഞാൻ പയ്യോൾ ഉസ്താദ് പറഞ്ഞതിനോടും പുറത്തൂർ ഉസ്താദ് പ്രതികരിച്ചതിനോടും ഉള്ള ഒരു ആൻസറാണ്. പിന്നെ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടായ്മ, ഈ പണ്ഡിത സംഘടന, അത് തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ അത് ചെളാരി വിഭാഗത്തിലെ ആളുകളുമായി ഒത്തുകൊണ്ട് ഒരു നാടക രൂപത്തിൽ കുറെ ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് സമസ്ത പിളർത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് ചിലരൊക്കെ കാലെ കൂട്ടി പ്രവചിച്ചിട്ടുമുണ്ട്. പിളരും, രണ്ടാകും എന്നൊക്കെ. ആ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അഥവാ സമസ്തയെ തകർക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് വന്ന ഗതി പരിശുദ്ധ കഅബയെ തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ സൈന്യത്തെ പോലെ ആയിപ്പോയി എന്നതാണ് ഇപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പരിശുദ്ധ കഅബ ഷരീഫിനെ തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ സൈന്യത്തിന് സംഭവിച്ച അതേ ഗതി, അഥവാ
അവർ നാശമടഞ്ഞതുപോലെ ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി ശത്രുക്കളുമായി കൈകോർത്ത് ഒത്തുപിടിച്ച് കളിച്ച ഈ ആളുകൾക്ക് അവർ സ്വയം നശിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇതുവരെ ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യക്തിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം, മറ്റുള്ളവരും. ഇനിയും ആരൊക്കെയാണോ അല്ലാഹു ആലം, നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ പണ്ഡിത കൂട്ടായ്മയെയും ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ സംവിധാനത്തെയും അത് തകർക്കാനും ഛിന്നഭിന്നമാക്കാനും ആരിറങ്ങിത്തിരിച്ചാലും അവർക്ക് വരുന്ന ഗതി ഇതായിരിക്കും എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി ഒരു പാഠമാകട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, പയ്യോളി ഉസ്താദ് എന്തിനാണ് ഇപ്പൊ രാമന്തളിയെ രാമൻ എന്ന് വിളിച്ചത്? ഇതിപ്പോ നമ്മൾ ആദർശ ഏത് രൂപത്തിലുള്ള ചർച്ചയാണെങ്കിലും രാമന്തളി അല്ലാതെ രാമൻ എന്ന് വിളിച്ചത് ആവൂല സുഹൃത്തെ. അത് രാമന്തളി എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ വാചകം മറ്റേ വാചകം വിട്ടുപോയതായിരിക്കും സ്വാഭാവികമായിട്ട്, അത്രേ ഉള്ളൂ. അതങ്ങനെയല്ല. നമ്മൾ ഒരാളെടുത്ത് അങ്ങനെ ഒരു സബക്കലിസാനും വന്നിരിക്കണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരു രൂപത്തിൽ കാണാൻ പാടില്ലല്ലോ കേട്ടാ. രാമന്തളി എന്നിങ്ങനെ സ്പീഡിൽ സംസാരിക്കുമ്പോൾ ആ തളി എന്നുള്ളത് ചിലപ്പോൾ ഉച്ചരിക്കാൻ വിട്ടുപോയതായിരിക്കും. അല്ലാതെ ഇപ്പം അദ്ദേഹം രാമനല്ല എന്നുള്ളത് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ കേട്ടാ. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേര് പകുതി പറഞ്ഞു എന്ന് മാത്രം കേട്ടാ. ഇപ്പം നമ്മൾ ബാലുശ്ശേരി എന്ന് പറയുമ്പോൾ ബാലു എന്ന് മാത്രം പറയണില്ലേ, ശേരി വിട്ടിട്ട് എന്നതുപോലെ, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയില്ലേ. ബാലുശ്ശേരിയെ നമ്മള് മുജാഹിദ് ബാലുശ്ശേരി എന്നതിനെ ചുരുക്കിയിട്ട് അങ്ങനെ തസ്ഗീറാക്കുക എന്നറിയാം അറബിയിൽ അതിന് കായികയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ ഇല്ലേ ഉസ്താദുമാരെ? അറബിയിൽ അതിന് ഭാഷാപരമായ അതന്നെ രാമനായത് കൊണ്ടല്ല കേട്ടാ. രാമൻ അദ്ദേഹമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അദ്ദേഹം ഒരു മുസ്ലിം അല്ലേ, അതുകൊണ്ട് ഒരു മുസ്ലിമിനെ അങ്ങനെ അത് ചെയ്യൂലല്ലോ. അപ്പം മലയാളത്തിൽ തസ്ഗീറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പേരിനെ ചുരുക്കുക, അപ്പൊ പകുതിയാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യും പറയും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ബാലുശ്ശേരിനെ നമ്മളൊക്കെ എന്ത് ചെയ്യലുണ്ട്, ബാലുശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയും അല്ലേ. വെറുതെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയാതെ ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, എല്ലാവർക്കും അറിയും. അപ്പൊ ബാലുശ്ശേരി എന്നുള്ളത് എന്ത് ചെയ്യും, ചുരുക്കിയിട്ട് ബാലു എന്ന് പറയും. അത്രേ ഉള്ളത് കേട്ടാ. അതൊരു വിഷയമാക്കി എടുക്കേണ്ടതില്ല എന്ന് ആ സുഹൃത്തിനെ അറിയിക്കുന്നു. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. എന്തിനാ ഉസ്താദ് ഇവിടെ ഉള്ളവർക്ക് മാത്രം ഇങ്ങനെ ഡോട്ട് ഇടുന്നത്? വേറെയുള്ള റൂമുകളിലൊന്നും ഇല്ലല്ലത്. ഇത് ഞാൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് അടിക്കേണ്ട കുഴപ്പമില്ല. ഒരു ടെസ്റ്റ് അനാവശ്യമായിട്ട് ഒന്നും അടിച്ചില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഡോട്ട് ഇടേണ്ട ആവശ്യം എന്താ? അല്ല, ഡോട്ട് മൈക്ക് എടുക്കണേന് ഒരു ഡോട്ടും ഇല്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കയറി വരുമ്പോൾ തന്നെ വലിയ ടെസ്റ്റുകൾ അടിക്കുക. വലിയ ടെസ്റ്റുകൾ അടിക്കുമ്പോൾ സംഭവിക്കണ എന്താന്ന് പറഞ്ഞാൽ ഈ ചെറിയ നെറ്റ് വീക്കുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ നെറ്റ് ഒക്കെ കട്ടായി പോവുക. അപ്പൊ അത്തരം ആളുകൾക്ക് നമ്മുടെ സംസാരം കേൾക്കാൻ കഴിയാതെ വരികയാണ് കേട്ടാ. അതുകൊണ്ടാണ് കേട്ടാ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സഹകരിക്കുക. അത് ഉടനെ മാറ്റി തരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ടെസ്റ്റ് അടിക്കുന്ന ആളുകൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ടെസ്റ്റ് അടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യൂല, STV ഒലിച്ചു പോകുന്നില്ല, സുന്നത്ത് ജമാഅത്ത് ഒലിച്ചു പോകില്ല. അത് ഞങ്ങൾക്കൊക്കെ അറിയാം കേട്ടാ. നിങ്ങൾ ഇനിയിപ്പോൾ കയറി വന്നാൽ കുറേ തോന്നിവാസം പെടാണ്ട് അടിക്കും. അപ്പൊ നിങ്ങളെ സംസ്കാരം മനസ്സിലാവുന്നല്ലാതെ നിങ്ങൾ ആരാണെന്നുള്ളത് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നിങ്ങൾ കുറേ നിങ്ങളെന്ന് പറഞ്ഞാൽ ചോദ്യാർത്ഥമല്ല കേട്ടോ, കയറി വരുന്ന ആളുകൾ ഇപ്പോൾ കുറേ എന്ത് ചെയ്തു, കൊടുങ്ങല്ലൂർ സാഹിത്യമോ അല്ലെങ്കിൽ സക്കരിയ സാഹിത്യമോ ആണ് അടിച്ചു നിൽക്കുക. അതടിച്ചാൽ എന്താ സംഭവിക്കുക, കാണുന്ന ആളുകൾക്കൊക്കെ ഇയാള് മറ്റേതിൻ്റെ ആളാ, സംസ്കാരം മറ്റതാണ് എന്ന് കാണുന്ന ആളുകൾ മനസ്സിലാക്കിക്കോളും. ഞങ്ങൾ പറഞ്ഞു കൊടുക്കും കൂടി വേണ്ട. പക്ഷെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ 10, 50, 100 ലൈനുകളുള്ള ചില
PM ഒക്കെ എന്ത് ചെയ്ത ആളാണ്, ആണ്ടടിച്ച ആളാണ്. ആ സമയത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും നെറ്റ് അത്ര സ്ട്രോങ് ആയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ചും വൈഫൈയിലൊക്കെ കേൾക്കുന്നവരായിരിക്കും പലരും. അപ്പൊ അവർക്ക് കട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് കേട്ടാ. അതുകൊണ്ട് അതിനോടൊന്ന് സഹകരിക്കുക എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. ഹലോ ഉസ്താദേ, അദ്ദേഹം പയ്യോളി ഉസ്താദ് രാമൻ എന്ന് വിളിച്ചിട്ട് തന്നെയാണ് പിന്നെയാണ് രാമൻ തെളി എന്ന് പറഞ്ഞത്. അദ്ദേഹം കരുതി കൂട്ടത്തിൽ അത് നമ്മൾ അദ്ദേഹം വന്നതിന് ശേഷം ചോദിക്കട്ടാ. നിങ്ങൾ ആ കരുതി കൂട്ടിയിട്ടാണെന്നുള്ള അയാളെ കരുതി കൂട്ടൽ നിങ്ങൾ എങ്ങനെ അറിയല്? കരുതി കൂട്ടലും കൂട്ടാതിരിക്കലും അയാളുടെ അദ്ദേഹത്തിന്റെ മനസ്സിലല്ല ഉണ്ടാവുക. അങ്ങനെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ മാത്രമുള്ള ഗ്രേഡിൽ നിങ്ങൾ എത്തിയാ? കള്ളത്തൊരീക്കെത്തിയവർ അങ്ങോട്ട് എത്തിയോ? അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽപകം എന്ന് പറഞ്ഞേ മൊയ്തീൻ ശേഖന്റെ മർത്തബിയൽക്കൊക്കെ എത്തിയോ അബൂഹന്ന? ആ കരുതി കൂട്ടിന്റെ തന്നെയാണ് പറയുക. കരുതി കൂട്ടുക എന്നുള്ളത് മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവം അല്ലേ സുഹൃത്തെ? മനഃപൂർവ്വം എന്നല്ലേ അതിനർത്ഥം? കരുതി കൂട്ടുക എന്ന് പറഞ്ഞാല് ഒരാൾ പറഞ്ഞത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് പറയേണ്ടത് അയാളാ പറയേണ്ടത്. അയാൾക്കല്ലേ അറിയുള്ളൂ അയാൾ മനഃപൂർവ്വമാണോ പറഞ്ഞത് അല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? അനാവശ്യമായ സംസാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മറ്റേ കാര്യമുള്ള എന്തെങ്കിലും പറയാനുള്ള ആളുകൾ മൈക്കെടുത്തോളൂ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതുവരെ പറഞ്ഞത് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫഖ്ർ വരുമ്പോൾ മനുഷ്യന് അനുവദനീയമല്ലാത്ത ചില മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുക സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിരിക്കാം ഇപ്പം നമ്മൾ പറഞ്ഞ നൗഷാദ് എന്ന ആൾക്കും പറ്റിയത്. അതുകൊണ്ട് നമ്മളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് ഫഖറിനെ തൊട്ടും കുഫറിനെ തൊട്ടും പടച്ച റബ്ബേ കാക്കണേ എന്ന് എല്ലാ നിസ്കാരശേഷവും ദുആയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഒരു ചെറിയ വിഷയം പറയാം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കിൽ ഇങ്ങനെ കാണാനിടയായി. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ വിഷയത്തിൽ ബന്ധപ്പെട്ട അല്ല എങ്കിലും ഒരു ചെറിയ ഇൽമാണ് പറയുന്നത്. ഒരാള് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ നിസ്കാരത്തിലാണ് അദ്ദേഹം ഓതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹർഫിന് 100 പ്രതിഫലവും. അതേ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ഹർഫ് നിസ്കാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ഓതുന്നതെങ്കിൽ 100 പ്രതിഫലമുള്ള നിസ്കാരത്തിൽ നിന്നുകൊണ്ട് നിസ്കാരത്തിൽ ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അയാൾക്ക് 100 പ്രതിഫലം ഒരു ഹർഫ്. നിസ്കാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ടാണെങ്കിൽ 50 പ്രതിഫലം ഒരു ഹർഫ്. ഇനി ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത് പൂർണ്ണമായ അതവോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഒതുവോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ ഓതുന്നതെങ്കിൽ ഒരു ഹർഫിന് 25 പ്രതിഫലം. ഇനി ഒരാൾ ഓതുന്നത് ഒന്നുമില്ല എങ്കിലും വിശുദ്ധ ഖുർആനിന്റെ അതവോടുകൂടി ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അയാൾക്ക് 10 പ്രതിഫലവും കിട്ടും. ഈ ഒരു വിഷയ ബന്ധപ്പെട്ട അല്ലെങ്കിലും ഇടയ്ക്ക് ക്ലാസ്സിൽ അറിയുന്ന ഒരു വിഷയം പറഞ്ഞതാണ്. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും പാളിച്ചയോ മറ്റുണ്ടെങ്കിൽ ഉസ്താദന്മാർ തിരുത്തിത്തരാമെന്നും ഉണർത്തുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഒന്ന് അടിക്കാരെങ്കിലും. ഞാൻ കുറെ നേരമായി മൈക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. സുഹൃത്തുക്കളെ, ഈ നൗഷാദ് കണ്ടിട്ടൊന്നുമല്ല AP ഉസ്താദും മുള്ളാൾ തങ്ങളും പണ്ട് അവിടുന്ന് ഇറങ്ങി വന്നത്. ഒന്ന് അത് ആലോചിക്കാം. രണ്ടാമത്, നമ്മൾ SSFന്റെ പ്രവർത്തകര് വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങള് സംസാരിക്കാതെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പൊ ബഹുമാന കാസിമി ഉസ്താദ് അവിടുന്ന് വന്നു.
പ്രസംഗം നടത്തി. എത്ര അവർ ചർച്ച ചെയ്യുന്നുണ്ട്? ഇത് ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ പെരുപ്പിച്ച് വരിക. അപ്പൊ അത് ആ വിഷയം ചർച്ച ചെയ്യാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അത് പറയുക. അതായത് വെറുതെ അയാൾ വന്നു, ഇയാൾ വന്നു, മറ്റാൾ പോയി എന്ന് പറയുക വേണ്ട. അപ്പൊ ഈ തയ്യാറി ഉസ്താദൊക്കെ എത്ര പ്രാവശ്യമാണ് ഇത് പറയുന്നത്? അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദും ഖലീൽ തങ്ങള് അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവർ പറഞ്ഞോളൂ, അവർ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. പറയേണ്ട സമയത്ത് അത് പല നേതാക്കന്മാർ, പല പ്രാസംഗികന്മാരെയും ഇപ്പൊ പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. തപ്പത്തിരിയൻ ഉസ്താദ് ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഞങ്ങളുടെ മേൽക്കട സോറി ട്ടാ, ഒറ്റ മിനിറ്റ്. നേരത്തെ ഒരാൾ സംസാരിച്ചിരുന്നു, നിങ്ങൾക്ക് മൈക്ക് തരാം. നമ്മളിപ്പോൾ ചോദ്യോത്തരത്തിൻ്റെ സമയമാണ്, ക്ഷമിക്കണം. ഹംസ KM പിന്നെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ മൈക്ക് കൊടുക്കുക, പിന്നെ അതാണ് നല്ലത്. പിന്നെ ഞാൻ ഇപ്പോൾ മൈക്ക് എടുത്തത് പിന്നെ കുറച്ച് ആളുകൾ നമ്മുടെ സെക്കൻഡ് റൂമിലേക്ക് പോകണം. നമ്മുടെ കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർക്ക് പലർക്കും കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് ഇപ്പോൾ ലൈനിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അപ്പോൾ 601 ഇപ്പം ഇനി കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തകരായ ആളുകൾ, കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം, നമ്മുടെ സെക്കൻഡ് റൂമിലേക്ക് മാറിക്കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്നെങ്കിലേ ഉസ്താദിനൊക്കെ കയറാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. ബാവമിറ റൂമിലുണ്ടാ അതോ കയറാൻ പറ്റാതെ നിൽക്കുകയാണോ? അവരൊക്കെ സെക്കൻഡ് റൂമിലോ മറ്റോ ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് നമ്മുടെ സ്ഥിരമായുള്ള നമ്മുടെ പ്രവർത്തകരായ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ സെക്കൻഡ് റൂമിലേക്ക് മാറിക്കൊടുക്കണം. ഇവിടെ കുറച്ച് സീറ്റ് കാലിയാക്കി കൊടുക്കണം, പ്രത്യേകിച്ചും ഉസ്താദുമാർക്കും ചോദ്യകർത്താക്കൾക്കും ഒക്കെ വരാൻ വേണ്ടിയിട്ട് എന്ന് അറിയിക്കുന്നു. അവിടെ മാഷാ അല്ലാഹ് കോട്ടൂർസാ കയറിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നുണ്ട് ബാവാമീറും കയറാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകൾ ഒന്ന് അങ്ങോട്ട് മാറിക്കൊടുക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോ പിന്നെ ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് എന്തിന്റെ കാര്യത്തിലാണ് പോയി എന്നുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരും മൈക്ക് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മൈക്കിലേക്ക് ചാടരുത്. കാരണം അതിനെ ഉസ്താദുമാര് ആ വ്യക്തി എന്താണോ പറഞ്ഞത് അതിനോട് ഉസ്താദുമാർ പ്രതികരിച്ചതിന് ശേഷം മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. ഇനിയിപ്പോ ഓരോരുത്തർ അയാൾ വന്നാ മൈക്ക് കൊടുക്കും, ഇയാൾ വന്നാ മൈക്ക് കൊടുക്കുമെന്ന് അങ്ങനെ ഒന്നും ചോദിക്കണ്ട. ഇവിടെ സംഘടന പബ്ലിക്കിൽ ആക്ഷൻ എടുത്തിട്ടില്ലാത്ത ആർക്കും, അല്ലെങ്കിൽ ഈ പിന്നെ സുന്നി ഗ്ലോബൽ വോയിസ് ആക്ഷൻ എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് ആർക്കും മൈക്കിലേക്ക് വരാം. ഇനി മറ്റവർക്ക് വരാൻ പറ്റും, ഇവർക്ക് വന്നാൽ മൈക്ക് കൊടുക്കുക, അതൊന്നും ചോദിക്കേണ്ട, ആർക്കും വരാവുന്നതാണ്. ചിലപ്പോ നാളെ ഇപ്പൊ നിങ്ങൾക്ക് വരാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടേ ഇന്ന് തന്നെ വന്നിട്ട് പറയാനുള്ളത് പറഞ്ഞോളി, എല്ലാവരും അറിയാൻ വേണ്ടിയാ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ചോദിച്ച ചോദ്യം ബാക്കി കിടക്കുകയാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ പൊതുജനത്തിനോട്. ഓർമ്മ ഉണ്ടല്ലോ, ചോദ്യം ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും? ഞാൻ ആ ചോദിച്ച ചോദ്യം ഓർമ്മ ഉണ്ടല്ലോ. രാമന്തളി ക്ലിപ്പ് പുറത്തിട്ട് റിപ്പോർട്ടർ ചാനലിനോട് വിഷയം പറഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ AP ഉസ്താദിന്റെ മോനാണ്, എനിക്ക് ഷാരെ മുബാറക്കിൽ നല്ല വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നമ്മുടെ സഹോദര റൂം മലബാറിൽ ആ വ്യക്തി അതിനുശേഷം ഏത് രേഖ കിട്ടിയത് കൊണ്ടാണ് മൂപ്പർക്ക് ഷാരെ മുബാറക്ക് ബാത്തിലാണെന്ന് തിരിഞ്ഞത്? അതിനുശേഷം ഷാരെ മുബാറക്ക് ബാത്തിലാണെന്നതിനുള്ള എന്ത് രേഖ ാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അത് പൊതുജനങ്ങളോട് പറയണം. അത് പറയാനാണ് കൂടെ അദ്ദേഹം മുന്നോട്ട് വരണം. ഇത്രയൊരാള് ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ മൈക്കെടുത്താൽ ഉസ്താദുമാർ അതിന് പ്രതികരിച്ചതിന് ശേഷം മാത്രം രണ്ടാമത്തെ ആള് മൈക്കെടുക്കുക. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ബഹുമാനന്മാരായ ഉസ്താദുമാരെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
നൗഷാദിന്റെ ആ CD-യിൽ ഉണ്ടല്ലോ ഇന്നലെ പൊന്മള ഉസ്താദ് ഈമാൻകാരും 5 ഉള്ളൂ എന്ന് എഴുതിക്കണമെന്ന് പറയണ്ടേ. അതുപോലെ AP ഉസ്താദ് വേറെന്തൊക്കെ ചെയ്തു എന്നൊക്കെ അവരും പറയണ്ട. ഇതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? അത് വേഗം പറഞ്ഞ് തീർക്കാലോ. പൊന്മള ഉസ്താദ് ഈമാൻകാരി 6 എന്ന് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞു ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ സമയം ഉണ്ടല്ലോ. പൊന്മള ഉസ്താദ് ഇപ്പൊ ഈ സമയത്തും ഈമാൻകാരി 6 എന്ന് തന്നെ പറയുന്നത്. അതിലാർക്കും സംശയവും തർക്കമൊന്നും വേണ്ട. വേണേ പൊന്മള ഉസ്താദിന്റെ ദർസിലുള്ള ഏതെങ്കിലും മുത്താലിമീങ്ങളോട് ചോദിച്ചാൽ മതി. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഏതാണ്ട് 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട കമറുൽ ഉലമ പറഞ്ഞ ഒരു വാക്കും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് നിന്ന് കേട്ടത്, ഇപ്പോൾ പറയുന്ന ഈ പ്രഭാഷകനെ സംബന്ധിച്ച് ഉസ്താദ് വളരെ വേദനയോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭാവി വളരെ അപകടത്തിലാണ് എന്ന് ഉസ്താദ് ആ സമയത്ത് പ്രതികരിച്ചു. ഈ സുഹൃത്തിനോട് പറഞ്ഞു, ആ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്, അതിന്റെ ഒരു പുലരലാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നു. അതായത് അള്ളാഹു താല നമ്മളെല്ലാവരെയും നേർമാർഗത്തിലാകട്ടെ, നമ്മൾ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. പയ്യോളി ഉസ്താദ്, നിങ്ങൾക്ക് ഇപ്പോ ഏത് മുടിയാണ് ഇപ്പൊ അതിൽ വിശ്വാസമുള്ളത്? ഖസ്റജ് കൊടുത്ത മുടിയാണ് പയ്യോളി ഉസ്താദിന് വിശ്വാസമുള്ളത്? ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പയ്യോളി ഉസ്താദ് അടക്കമുള്ള ഞങ്ങൾ ഈ റൂമിലുള്ള എല്ലാവർക്കും, ഞങ്ങളെ അടുത്തൊക്കെ എല്ലാവരുടെ എല്ലാ മുടിയും ഒക്കെ ഞങ്ങൾക്ക് വിശ്വാസമുള്ള തന്നെയാണ് കേട്ടാ. നിങ്ങളെ മാതിരി വെപ്പുമുടിയായിട്ട് നടക്കണവരല്ല ഞങ്ങൾ, തട്ടിപ്പേരല്ല കേട്ടാ. ആ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഇപ്പം അതിനുള്ള ഉത്തരവുള്ളൂ. ആ, ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തുള്ളതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഓക്കെ. ആ, ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഇന്നലെ ഒരു ചങ്ങാതി അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പറഞ്ഞിരുന്നു, പിന്നെ പൊന്മള ഉസ്താദ് ഈമാൻ കാര്യം 5 എന്ന് എഴുതിക്കണമെന്ന്. എവിടെയാണ് അതുള്ളത്? ആ ഒന്നുകൊണ്ട് വായിക്കാൻ പറ്റുള്ള ആരെങ്കിലും ഉണ്ട് അതിൽ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചോളൂ. ഒരുപാട് ആൾക്കാർ അങ്ങനെ കുറെ നോണയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈമാൻ കാര്യം 5 എന്ന് ഇവിടെ ഉണ്ടോ സുഹൃത്തുക്കളെ? ആരെങ്കിലും ഉണ്ട് അതിൽ? ഞാൻ എല്ലാവരുടെയും ഡോട്ട് മാറ്റാം. എല്ലാവരുടെയും ഡോട്ട് ഞമ്മക്കും വേണമെന്ന് പഠിക്കുക. ഇവർ എങ്ങനെയാണ് ഇവർ നുണ പറഞ്ഞുകൊണ്ട് നടക്കല്? എല്ലാവരുടെയും ഡോട്ടോ എല്ലാവരുടെയും മാറ്റിയിട്ടുണ്ട്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് അതിൽ? ഉണ്ടെങ്കിൽ എസ് അടിച്ചോളൂ. അവർക്ക് നമുക്ക് മൈക്ക് കൊടുക്കാം. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ളവർ എസ് അടിക്കുക. ഒരാൾ എസ് അടിച്ചിട്ടുണ്ട്. ആ, ഒരാൾ. ആരാണത്? മംഗലയൻ. ആ, ശരി. എവിടെ? അദ്ദേഹം കൈപൊക്കിയിട്ടുണ്ടാ? ഉണ്ടോ? മംഗലയൻ എന്ന് പറഞ്ഞൊരു ID കൈപൊക്കിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒന്ന് നോക്കാട്ടെ. ഈ കൈപൊക്കി നിൽക്കുന്നവരെ കൂട്ടത്തിൽ മംഗലയൻ എന്ന് പറഞ്ഞൊരാളുണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. PM അറിയാണ്. PM അനിവാര്യമായതല്ലാത്തത് ആരും PM ചെയ്യലിപ്പോ. ആ, മംഗലയൻ ഇപ്പൊ കൈപൊക്കിയിട്ടുണ്ട്. ശരി. എന്നാ മറ്റുള്ളവരൊന്നും മൈക്കെടുക്കല്ലേ. മംഗലയൻ ആ പുസ്തകം ഒന്ന് അതൊന്നുകൊണ്ട് വായിക്കാം. ആ ഏത് പുസ്തകമാണ്, ആ പുസ്തകത്തിന്റെ പേജ് നമ്പറും ഒന്നുകൊണ്ട് പറയാ. അതിനുശേഷം നിങ്ങളതൊന്ന് വായിക്കുക. നമുക്ക് അതൊന്ന് പഠിക്കണമല്ലോ. ഈമാൻ കാര്യം 5 എന്ന് പറഞ്ഞത്രേ. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെയാണ്. ഈമാൻ കാര്യം 5 അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളെ? അല്ലേ? നിങ്ങളൊക്കെ കേട്ടാ അങ്ങനല്ലേ? ഞാൻ അങ്ങനെ കേട്ടത്. ഈമാൻ കാര്യം 5 എന്ന് പൊന്മള ഉസ്താദ് എഴുതിയിട്ടുണ്ട് എന്നാണ്, പൊന്മള ഉസ്താദിന്റെ ഒരു പുസ്തകത്തിൽ. അതുകൊണ്ട് ഞാനിപ്പോ മൈക്ക് നൽകുന്നത് മംഗലയൻ എന്ന ആളുതാ മനുസ് 100 എന്നുള്ള ആ ഐഡിന്റെ താഴെയുള്ള ആള്. അദ്ദേഹം മാത്രമേ ഇപ്പൊ മൈക്കിലേക്ക് വരാവൂ, മറ്റുള്ളവർ മൈക്കിലേക്ക് വരരുത്. അദ്ദേഹം മൈക്കെടുത്താൽ
ആ പുസ്തകത്തിന്റെ പേര്, പേജ് നമ്പർ, എന്നിട്ട് ആ പേജിൽ നിന്ന് നിങ്ങൾ അതൊന്നുകൊണ്ട് വായിക്കുക. ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, രണ്ട് സമസ്തക്കും കുരുത്തക്കേട് പറ്റിയതാണ്. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാൽ ഖാദിരി ചിസ്തി മഹാൻ മാഷാ അല്ലാ, അതാണ് ആ ബുക്കിന്റെ പേര്. നിങ്ങൾ കേട്ടില്ലേ? എസ് അടിച്ച ആള് വായിച്ച ബുക്കിന്റെ പേര് കേട്ടില്ലേ? യൂസുഫ് സുൽത്താൻ പിന്നെന്തൊക്കെ വേറെയൊക്കെ പറഞ്ഞു. അതാണ് അത്ര ആ ബുക്കിന്റെ പേര്. അങ്ങനെ ഒരു ബുക്ക് എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ഒരു ബുക്ക് നിങ്ങളെ കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. പൊന്മള ഉസ്താദ് അങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, പൊന്മള ഉസ്താദിന്റെ തന്നെ ശിഷ്യന്മാർ കുറെ ഉണ്ടാവും ഇതില്. ഹേയ്, രണ്ട് സമസ്തക്കും എന്തേ രണ്ടെണ്ണം പറഞ്ഞു? വേറെ ഉണ്ടല്ലോ. സംസ്ഥാന കേരള ജമിയത്തുൽ ഉണ്ട്, അതും സുന്നികളെ സംഘടനയാണ്. അതിന് കുരുത്തക്കേടില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ തേഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഏത് ആലുവേന്ന് കുരുത്തക്കേട് ഉള്ളതൊക്കെ കൂടി എന്ത് ചെയ്ത് രണ്ട് സമസ്തക്ക് കൊടുത്തപ്പോ ഞാൻ അതിന്റെ അങ്ങേ പുറത്തുണ്ട് വേറൊരു ഒരു സംഘടന ഉണ്ട്, ഞങ്ങളുടെ തന്നെ സുന്നികളുടെ സംഘടന തന്നെയാണ്. അതും അവർക്ക് കൊടുക്കാൻ കുരുത്തക്കേട് തേഞ്ഞിട്ടുണ്ടാവില്ല. ഹൈ, എന്തോ പറയാൻ ഇത്രങ്ങളും ചിന്തിച്ചു നോക്കി. 1000-600 ആളുകളുടെ മുമ്പിൽ, സുന്നികളുടെ മുമ്പിൽ വന്നിട്ടേ ഒരു പടു ജാഹിലായ ആ കാക്കാനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ എന്താ ചെയ്യാ? അല്ലാഹു തആല ഹിദായത്ത് നൽകട്ടെ, നല്ല ബുദ്ധി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ കാരണം? അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി അദ്ദേഹം ഒരു ജാഹിലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഒരു നാടൻ ജാഹിൽ കാക്കയാണ്. ആ ജാഹിൽ കാക്ക വേഷം കെട്ടിയിട്ട്, ഔലിയാന്റെ വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കുറെ സാധുക്കൾ അതിന്റെ പിന്നാലെ കൂടി. എത്രത്തോളം അറിയങ്ങള് അത് ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ മുമ്പൊരിക്കൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അതിൽ. അത് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ യൂസുഫാക്കാന്റെ ത്വരീക്കത്തിൽ കൂടിയാലുണ്ടാകണം. ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിസൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന, ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് അതിന്റെ പുറമെ വറയോടുകൂടെ ജീവിക്കുന്ന അതിസൂക്ഷ്മമായ ജീവിത രീതി പാലിക്കുന്നതിനാണ് മൊത്തത്തിൽ ത്വരീക്കത്ത് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, അതിന്റെ സാങ്കേതികതൊന്നല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ ഒരിക്കൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് നാട്ടിൽ പോയപ്പോ എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച എൻ്റെ ഉസ്താദിന്റെ, അദ്യാക്ഷരം എന്ന് പറയുന്നത് അലിഫ് ബാ, എന്നെ മദ്രസയിൽ 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമാകട്ടെ, അദ്ദേഹത്തിന്റെ ഒരു മകനെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ച്, കുട്ടികളെ വിവരമൊക്കെ അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 2 ആൺമക്കളുണ്ട് അദ്ദേഹത്തിന്. ആ 2 ആൺമക്കളും എൻ്റെ ധാരണ മുമ്പ് പറഞ്ഞത് അവർ KSL-ആണെന്നുള്ളതാണ്. അപ്പൊ കുട്ടികളൊക്കെ വരലിലൊക്കെ റാഹത്തന്നല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം വേദനയോടുകൂടെ എന്നോട് പറയാണ്, ഇല്ല, അവര് 2 ആളും ഞാനും എൻ്റെ ഭാര്യയുമായി അവർക്ക് ബന്ധമൊന്നുമില്ല, അവര് വരലുമില്ല, ഞങ്ങളെ സഹായിക്കലുമില്ല, ഒന്നുമില്ല എന്ന്. അപ്പൊ ഞാൻ കരുതി എന്തെങ്കിലും വല്ല കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായതായിരിക്കുമോ പടച്ചോനെ. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മക്കൾക്ക് എന്ത് പറ്റി, ഈ 2 ആമക്കൾക്ക്? അപ്പോ അദ്ദേഹം പറഞ്ഞത്, അതിപ്പോ അവര് 2 ആളും ഒരു തെരീക്കത്തിൽ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും പെണ്ണുങ്ങളൊക്കെ ഞാൻ തെരീക്കത്തിൽ കൂടണത്രേ. അതിന് ഞങ്ങൾ അവരെ തെരീക്കത്തിൽ കൂടിയിട്ടില്ല. അക്കാരണത്താൽ ഞങ്ങളെടുത്ത് വരികയോ ഞങ്ങളെ സഹായിക്കുകയോ മാതാപിതാക്കൾ എന്ന നിലക്ക് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞ കുരുത്തക്കേട് കൊടുക്കണ തെരീക്കത്തില് ആ കാക്കാന്റെ തെരീക്കത്തിൽ പഠിപ്പിച്ചതാണിത്. അല്ല, ആലോചിച്ചോ? കണ്ടാ, 2 മക്കള് തെരീക്കത്തിൽ കുടുങ്ങിയിട്ട് ആ പിതാവ് കണ്ണ് നിറഞ്ഞുകൊണ്ട് ബസ്സിൽ നിന്ന് എന്നോട് പറയുന്നു, അവര് 2 ആളും അവരുടെ തരീക്കത്തിൽ. അപ്പൊ എനിക്ക് ആദ്യം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല,
തെരീക്കത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിഷയം എൻ്റെ വേറെ ചിന്തയിലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി മുപ്പര സംസാരത്തിൽ നിന്ന് ഇന്നതാണത്, അതാണ് നിങ്ങളെ തെരീക്കത്ത് ട്ടാ, അതാണ്. അയാളാണത്ര ഇപ്പം എന്ത് ചെയ്യണത്, 2 സമസ്തക്കും കുരുത്തക്കേട് വിതരണം ചെയ്യണത്. ഇപ്പൊ ആലുവയെന്ന് എന്ത് മനസ്സിലായി നമുക്ക്? പുകയില്ലാത്ത അടുപ്പും പിന്നെ കുറെ കുരുത്തക്കേടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ കുരുത്തം കിട്ടിയിട്ട് കുരുത്തുള്ളവനക്കല്ലേ കുരുത്തക്കേട് കൊടുക്കാൻ കഴിയുള്ളൂ, ഉള്ളവനക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെയല്ലേ? ഒരാൾക്ക് കാശ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ ഈ വ്യക്തി എടുത്ത് കാശ് വേണ്ടേ? പണം ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ ചെലവഴിക്കണമെടുത്ത് പണം വേണ്ടേ? അവൻ്റെ കയ്യിൽ വേണ്ടേ? അപ്പൊ കുരുത്തല്ലാത്തവൻ എങ്ങനെ ഈ കുരുത്തക്കേട് കൊടുക്കലെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. ഏതായാലും ഇയാൾ അടിച്ചത് എന്തായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ മൂപ്പര കുരുത്തക്കേട് നോക്കി. ഞാനിവിടെ ചോദിച്ചത്, പൊന്മള ഉസ്താദ് ഈമാൻ കാര്യം 5 ആണെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് SK-കാരുടെ സമ്മേളനത്തിൽ വെച്ച് ഒരുത്തൻ പ്രസംഗിച്ചു. അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഏത് പുസ്തകത്തിലാണ് ഈമാൻ കാര്യം 5 ആകുന്നു എന്ന് പൊന്മള ഉസ്താദ് എഴുതിയിട്ടുള്ളത്? അതറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എസ് അടിച്ച വ്യക്തി അദ്ദേഹം മൈക്കെടുത്ത് പറഞ്ഞത്, നമ്മളോട് വാക്തത്വം ചെയ്തത് ആണോ പറഞ്ഞത് സുഹൃത്തുക്കളെ? ആണോ അദ്ദേഹം എസ് അടിച്ചത്? ഇത് പറയാ എന്നുള്ള ആൾക്കല്ലേ? അതാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല. കണ്ടോ? അപ്പൊ ഇതിനാണ് തെരീക്കത്ത് എന്ന് പറയുന്നത്. ഇവര് പറഞ്ഞ അതാണ് ഞങ്ങൾ തരിക്കുത്ത് എന്ന് പറയുന്നത്. ഈ ത്വരീക്കത്തും തരിക്കുത്തും രണ്ടാണ്. മനസ്സിലായോ? അതൊരുപാട് അന്തരമുണ്ട്. കടലും കടലാടിയും തമ്മിലുള്ള അന്തരമുണ്ട്. മനസ്സിലായോ? ത്വരീക്കത്ത് എന്ന് പറയുന്നതും ഇവര് പറഞ്ഞ തരിക്കുത്ത് എന്ന് പറയുന്നതും ഒരുപാട് അന്തരമുള്ള വസ്തുവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ മൈക്കോട്ടു കുമ്മോൾ ഇസ്ലാം മൈക്കെടുക്കും. അസ്സലാമു അലൈക്കും. നൗഷാദ് ഹസനിയുടെ CD-യിലും അതേമാതിരി പറയണ്ടല്ലോ. അതാ ഞാൻ കേട്ട കേട്ടോ, ഞാൻ പുസ്തകം വായിച്ചിട്ടൊന്നുമില്ല. അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിന് എല്ലാ നൗഷാദുമാർക്കും വരാലോ, ഞങ്ങളിവിടെ ഇല്ലേ? അതൊന്ന് വായിക്കട്ടെ, ആ പുസ്തകം ഒന്ന് ഇങ്ങോട്ട് പോരട്ടെ. ഇതൊക്കെ പറയാൻ തന്നെയല്ലേ ഞങ്ങളിത് തുറന്നു വെച്ച് കുത്തിരിക്കണത്. പിന്നെ ഉസ്താദെ, പുകയില്ലാത്ത അടുപ്പും ശരീഅത്തില്ലാത്ത ത്വരീക്കത്തും കൊടുക്കുന്ന ടീമാണ് ഏത്? കൽപ്പ എന്ന് പറയുന്നേ ആ സാധനത്തിന് മര്യാദക്ക് ഹാ ഉച്ചരിക്കാനാവാത്ത ഒരു എന്താണ് ചേക്കു, എന്താണ് യൂസുഫ് സുൽത്താൻ അൽ കൂതറ എന്നാ പറയണ്ടേ, കാതിരി എന്നല്ല, കൂതറ. അങ്ങനത്തെ സാധനം തലേ പേര് നടക്കാൻ മാനക്കേടില്ല ചങ്ങായിമാരെങ്ങൾക്ക്. ഹേയ്, ഒരു ഹാ ഉച്ചരിക്കാൻ അറിയാത്ത ഇവനാണോ ഷെയ്ഖ്? ഈ സാധനത്തിന് ഷെയ്ഖാന്നും പറഞ്ഞുകൊണ്ട് ആ കുരുത്തക്കേടൊക്കെ ഞങ്ങളായിട്ട് സ്വീകരിച്ചോളും. കണ്ടമാനം ഇബ്ലീസിന്റെ ചൈത്താമാരും കുരുത്തക്കേടിൽ ആ കൂട്ടത്തിൽ ഇതും കൂടി വരവ് വെച്ചോളും ഞങ്ങള്. പ്രശ്നമില്ല. എത്ര ചൈത്താമാരും ഇബ്ലീസിന്റെ ഒക്കെ കുരുത്തക്കേടുണ്ട്, ആ കൂട്ടത്തിൽ ഇതും കൂടിയല്ലേ. അതൊന്നും അധികം പറ്റാവില്ല, അതിൽ വരവ് വെച്ചു. അതൊന്നും വിഷമാക്കണ്ട, അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. എന്തായാലും ഒരു കാര്യം പറഞ്ഞേട്ടെ, നിങ്ങളെ പിന്നെ ഈ ഇറാനിസം ഉണ്ടല്ലോ, ഷിയായിസം, അത് കേരളക്കരയിൽ വന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ഷാമാരെയും ഞങ്ങൾ അനുവദിക്കൂല, ഞങ്ങളെ സമസ്തയും അനുവദിക്കൂല. അവരുടെ ഹയാത്തുള്ള കാലത്തോളം, അല്ലെങ്കിൽ പിന്നെ ഖിയാമത്ത് നാളായിട്ട് സർവവും ബാത്തിലാവണം. മുഅ്മിനീങ്ങളെല്ലാം ആ കാറ്റ് വന്നിട്ട് നശിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നിങ്ങൾ അനുവദിക്കൂല എന്ന് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. നൗഷാദ് ഹസനിക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോ ഇപ്പൊ നമുക്ക് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കണം. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അള്ളാഹു ബഹുമാനപ്പെട്ട ഹസനിക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഹലോ, ഓക്കെ. അപ്പൊ എന്നിട്ട് വേണം നമുക്ക് ഈ കുറെ ഇനി ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. ഞാൻ അല്ല, അത് നിങ്ങൾ നേരത്തെ തോരുന്നല്ലോ. ഞങ്ങളെല്ലാരും ആമീൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടാ, എല്ലാരും ആമീൻ പറഞ്ഞാലേ നിങ്ങൾ കുറേം കൂടി പഠിക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ ഇങ്ങനെയുള്ള കുറെ ആളുകൾ അങ്ങോട്ട് വന്നെങ്കിലേ നിങ്ങളും എന്ത് ചെയ്യുള്ളൂ, ഒന്നും നന്നാവുള്ളൂ. ആരെങ്കിലും നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളാണ് പറഞ്ഞേക്കണത്. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അസ്ഹരി തങ്ങൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ.
റഹ്മത്തുള്ള കാസിമിക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ കേട്ടാ. അതുപോലെ പിന്നെ നിങ്ങളെ SKSSFന്റെ സ്ഥാപക നേതാവ് ഒരാൾ പോയിട്ടുണ്ട്, പ്രസിഡന്റ്. അയാൾക്ക് ഇനി കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ഏതായാലും ഞങ്ങൾ ദ്വാരക്കണില്ല, നിങ്ങൾ അതിനും ദ്വാരുന്നാലേ ഉണ്ട് കേട്ടാ. SKSSFന്റെ സ്ഥാപക നേതാവുണ്ടല്ലോ പ്രസിഡന്റ്, എന്തായിരുന്നു അയാളെ പേര് സുഹൃത്തുക്കളെ? പേരെന്തായിരുന്നു? എന്തോ ഒരു മൃഗത്തിന്റെ ഒരു എന്താ പിന്നെ മുഗല്ലദായ നജസായ ഒരു മൃഗത്തിന്റെ പേരാണ് അതിന്റെ ആദ്യത്തിലുള്ളത്. അത്രേ എനിക്കറിയുള്ളൂ. ആ സ്ഥലത്തിന്റെ എന്തായിരുന്നു? അതന്നെ പന്നിപ്പാറ. പന്നിപ്പാറ. മനസ്സിലായോ? അപ്പൊ പന്നിപ്പാറക്ക് വേണ്ടിയും ആ കൂട്ടത്തിൽ വരുന്നാളേ നിങ്ങൾ സ്ഥാപക പ്രസിഡന്റ് അല്ലേ, അത് കുത്തിരുന്നോളേ ദീർഘായുസോടെ കേട്ടാ. ഓക്കെ, ഏതായാലും ഞാൻ പറഞ്ഞ അത് കുമ്മോളിസ്താവ് മൈക്കെടുക്കാനാ. കുമ്മോളിസ്താവ് മൈക്കെടുക്കട്ടെ, അതിനുശേഷം മറ്റുള്ളവർക്ക് മൈക്കെടുക്കാം. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് റൂമിലുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ് നേരത്തെ. അതുപോലെ ബാമീറുണ്ട്, നാട്ടിൽ നിന്നുള്ള ഉസ്താദ്മാരുണ്ട്, അവര് ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരും. കോട്ടൂർ ഉസ്താദ് റൂമിലില്ലേ? നേരത്തെ റൂമിൽ കയറാൻ പറ്റാതെ റൂം ഫുള്ളായതുകൊണ്ട്, റൂമിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉസ്താദിന് കയറാൻ പറ്റിയിരുന്നില്ല. ഉസ്താദ് റൂമിലുണ്ടാ? ഉണ്ടെങ്കിൽ ഉസ്താദ് വന്ന് മേലക്ക് വന്നാലും എന്തെങ്കിലും ആളുകൾ അറിയുള്ളൂ, മറ്റേ ഇപ്പോൾ ഉസ്താദ്മാർ ഇതിൽ ഇല്ലാന്ന് വരുന്നു. ഏതായാലും കുമ്മൾ ഉസ്താദ് മൈക്കെടുക്കട്ടെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കുറച്ച് സമയമായി മൈക്കിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല. മൈക്ക് എടുക്കാൻ വേണ്ടി ഈ നെറ്റ് സ്ലോ ആയതുകൊണ്ട് പ്രശ്നമാണ്. അപ്പോൾ നേരത്തെ പൊന്മൾ ഉസ്താദ് ഈമാൻകാരി 5 എവിടെയാണ് എഴുതിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് ഈ 2 സമസ്തക്കും ഗുരുത്തക്കേടാണെന്ന് പറഞ്ഞു. അത് സംഗതി ആ ഗുരുത്തക്കേടിനെ കുറിച്ച് നമ്മുടെ കേൾവിക്കാരൻ ഉസ്താദ് വിശദീകരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത്, എൻ്റെ നിരീക്ഷണമാണ്, ഇപ്പോഴുള്ള ഈ എല്ലാ സംഗതികളും, ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ ഗുരുത്തക്കേടാണോ എന്ന് ഞാനിങ്ങനെ സംശയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ ഗുരുത്തക്കേട്, ഒരു അഭിനവ ഷെയ്ഖിന്റെ അഭിനവ ഗുരുത്തക്കേടാണോ ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം എന്ന് എൻ്റെ നിരീക്ഷണം പലപ്പോഴും ആ രൂപത്തിൽ പോയിട്ടുണ്ട്. പലരുടെയും നിരീക്ഷണം അങ്ങനെയാണ്. ഏതോ ആകട്ടെ, അതെ, അതിനെ സംബന്ധിച്ച് നമ്മുടെ മാഹി ഷെയ്ഖ് അല്ല, വേറൊരു ഷെയ്ഖ്, വേറെ പല ഷെയ്ഖുമാരും ഉണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദ്യമായ പരിശുദ്ധ ഇസ്ലാമിന്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിന്റെ ഒരു ആവർത്തനം നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയാൻ. ഇസ്ലാമിക പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും കപടന്മാരുടെയും അതേപോലെ ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ മുർത്തദ്ദുകളുടെയും മുനാഫിക്കുകളുടെയും ഒക്കെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് വീണ്ടും വീണ്ടും അതേ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള എല്ലാ മുനാഫിക്കുകളുടെയും ഷെറിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ സഹോദരന്മാരെ പലരും റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. റൈസാൻഡ് ചെയ്ത് ഈ അർദ്ധരാത്രി അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ആയുസിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഓൺലൈനിലൂടെ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട ജീവിതത്തിന്റെ, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള സമയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഓൺലൈനിലൂടെ നമ്മളിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഇവിടെ റൈസാൻഡ് ചെയ്ത സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ചർച്ചയാകാം, നമുക്ക് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം. പക്ഷെ ഏതൊരു ചർച്ച ചെയ്യുന്ന ആളും എൻ്റെ ആയുസ്, എൻ്റെ സമയമാണ് ഞാൻ ഈ പോക്കുന്നത് എന്ന ധാരണ എല്ലാവർക്കും ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും നമുക്കുണ്ട്.
അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, റൈസാന്റെ ഈരാളുകളൊക്കെ വളരെ പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവുമായി, കർമ്മവുമായി, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി, അതുപോലെ പ്രാസ്ഥാനിക സംഘടനാ